വകഭേദങ്ങൾ, സംസ്കാരങ്ങൾ, അനുഭവങ്ങൾ ഇവയൊക്കെ സാധ്യമാക്കുന്ന ഒരു അനുഭവം തന്നെയാണ് യാത്ര എന്ന് പറയുന്നത്. എന്നാൽ വളരെ കാലമായിട്ട് യാത്ര എന്നൊരു കാര്യം, അതായത് ഒരു വ്യവസായമായിട്ട് വളർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ ഒരു എഞ്ചിനായിട്ട് ടൂറിസം മേഖല ഇപ്പോൾ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യവസായം എന്ന പരിഗണനയാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ നൽകുന്ന നിർദ്ദേശപ്രകാരം കൊറോണ കാലം ലോക ടൂറിസം മേഖലയിൽ 50 മില്യൺ ജോലികൾ നഷ്ടമാവാൻ ഇടയാക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് തീരെ നിരാശ തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം കൊറോണ എന്നതിനെതിരെ നമ്മുടെ കേരളം എടുത്തിട്ടുള്ള മുൻകരുതൽ ആഗോളതലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതേ ഒരു മുൻകരുതൽ നമ്മൾക്ക് ടൂറിസം മേഖലയിലും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കൊറോണ പ്രഭാവം കേരള ടൂറിസത്തിന്റെ ഭാവി സാധ്യതകളെ എങ്ങനെ ബാധിക്കും, അതിലുണ്ടായേക്കാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആശങ്കയുണ്ട്. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ടൂറിസം അക്കാഡമിഷ്യനും എഴുത്തുകാരനുമായ ഡോക്ടർ ദിലീപ് MR ആണ്. അദ്ദേഹം പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം വകുപ്പ് മേധാവിയും ഗ്ലോബൽ എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് റിസർച്ച് അസോസിയേഷന്റെ ഇന്ദിരാഗാന്ധി ഗോൾഡ് അവാർഡ് ജേതാവും ടൂറിസം ഗവേഷകർക്കും ടൂറിസം മേഖലയ്ക്കും ഉപയോഗ്യമായ ഒരുപാട് ഗ്രന്ഥങ്ങളുടെയും പ്രബന്ധങ്ങളുടെയും സൃഷ്ടാവ് കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ദിലീപിനെ അസാബ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർ, നമസ്കാരം. സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്നാ സെഷനിലേക്ക് പോവാം സർ. നമുക്ക് ആകെ ഒരു 45 മിനിറ്റ് ആണ് നമ്മുടെ സെഷൻ ഉള്ളത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഇന്ററാക്ഷൻ ആണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ സർ. ഓക്കെ, അപ്പോ നമ്മുടെ വിഷയം ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഏത് തരത്തിലാണ്, എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ശരി. അപ്പം ഈ വിഷയം ഓൾറെഡി നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് കിടക്കാം. ഞാൻ ഇതുമായിട്ട് ഒരു ചെറിയൊരു പഠനം നടത്തിയിരുന്നു. ഒരു ഇന്റർവ്യൂ ആയിരുന്നു നടത്തിയിരുന്നത്. വേറൊരു കോൺഫറൻസിന് വേണ്ടിയിട്ട് നടത്തിയതാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്റെ കയ്യിലുള്ളത് കൊണ്ട് വളരെ ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിയും. അതിന് പുറമെ ഞാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ തൊഴിൽ സാധ്യതകളെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ കൂടെ കൊടുക്കാം എന്ന് ഞാൻ, കാരണം സാധാരണ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയായതുകൊണ്ട് അതും കൂടെ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ആ സാധനം അതിന്റെ ടുവേഴ്സ് ദ എൻഡ് ഞാൻ അതും കൂടെ ആഡ് ചെയ്തോളാം. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ഇതിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും കുറെ പേർക്ക് എത്തിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ പിന്നീട് സ്ലൈഡ്സ് ആയിരിക്കും കാണുക. PP സ്ലൈഡ്സ് ആയിരിക്കും. സ്ക്രീൻ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ടോപ്പിക് ഇതാണ്: കൊറോണ പാൻഡമിക്, പ്രോസ്പെക്ട്സ് ആൻഡ് ചാലഞ്ചസ് ഓഫ് കേരള ടൂറിസം. നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതായത് ഈ സഞ്ചാരം എന്ന് പറയുന്ന പ്രതിഭാസം ഒരുപക്ഷെ ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു പ്രതിഭാസമൊന്നുമല്ല. സഞ്ചാരം ഏതാണ്ട് മില്ലേനിയ ഓൾഡാണ്. ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഫിനോമിനനാണ് സഞ്ചാരം. അതിനെ ടൂറിസം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരുപാട് ശേഷമാണ് എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം, അത്തരത്തിലുള്ള ഒരു വിഭാഗം സഞ്ചാരം പ്രത്യേകമായി ഉയർന്നു വന്നത്. അതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള സഞ്ചാരങ്ങളും ഭൂമിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പലതരത്തിലുള്ള സഞ്ചാരങ്ങളെ ടൂറിസമായിട്ട് കാണുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഇവോൾവ് ചെയ്ത് മോഡിഫൈ ചെയ്യപ്പെട്ട് പിന്നീടാണ് ഒരു വലിയ മേഖല, ഇക്കണോമിക്, നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു വലിയ മേഖലയായിട്ട് മാറിയത് വളരെ അതിനുശേഷമാണ്. അപ്പൊ നമ്മള് ഈ ടൂറിസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഇതാണ്. ലാർജസ്റ്റ് ഇക്കണോമിക് സെക്ടർ ആണ്, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇക്കണോമിക്. നേരത്തെ പറഞ്ഞതുപോലെ 3-ാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നെങ്കിലും ഏതാണ്ട് 300 ദശലക്ഷം ആൾക്കാർക്ക് തൊഴിലവസരം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഈ ഒരു മേഖലയ്ക്ക് പിന്നീട് ഇക്കോണമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇൻകമും റവന്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യവസായങ്ങളിൽ ഒന്നാണ് ടൂറിസം മേഖല. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ടൂറിസത്തിന് സംഭവിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല,
രാജ്യങ്ങൾ ഇന്ന് ടൂറിസത്തിന് വേണ്ടിയിട്ട് കിടമത്സരത്തിലാണ്. ഇപ്പം ഉദാഹരണത്തിന് UAE എത്രത്തോളം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നോ അതിനേക്കാളും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ഖത്തർ ശ്രമിക്കാറ്. ഇന്ത്യയും ചൈനയും തമ്മിൽ മത്സരമുണ്ട്. പക്ഷേ ചൈന വളരെ മുന്നിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ കോമ്പറ്റീഷനിലേ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയ തരത്തിലുള്ള കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് പോകുന്നു. അതിന്റെ വേറൊന്നുകൊണ്ടല്ല, അതിന്റെ ഇക്കണോമിക് സിഗ്നിഫിക്കൻസ് കൊണ്ടാണ്. അത് തൊഴിലെ അവസരം, സാമ്പത്തികപരമായിട്ടുള്ള മറ്റ് മേഖലകളിലുള്ള നേട്ടങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഞാൻ എല്ലാ കാരണങ്ങളിലേക്കും പോകുന്നില്ല. അപ്പോ പക്ഷെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, വളരെ എളുപ്പത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രാജൈൽ ഇൻഡസ്ട്രിയാണ്. സമൂഹത്തിൽ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ഏറ്റവും എളുപ്പം ബാധിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം. ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നമുക്കറിയാം. ഇന്ത്യയിൽ 2008 നടന്ന പിന്നെ താജ്മഹൽ ഹോട്ടലിൽ നടന്നിരുന്നുള്ള അറ്റാക്ക്, അത് പിന്നീട് കുറെ നാളത്തേക്ക് ടൂറിസത്തിന് അഫക്ട് ചെയ്തിരുന്നു. പിന്നീട് ഇക്കണോമിക് റെസഷൻ 2008 മുതൽ 10 വരെ നടന്നിരുന്ന ഇക്കണോമിക് റെസഷൻ, അതും അഫക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഏത് മേഖലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, സോഷ്യൽ, അങ്ങനെ പറയപ്പെടാവുന്ന ഏത് മേഖലയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആദ്യം അഫക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ടൂറിസത്തെ ആയിരിക്കും. വേറൊന്നുകൊണ്ടല്ല, എല്ലാ സെക്ടറും അതിനകത്ത് കണക്ട് ചെയ്ത് കിടക്കുക. ടൂറിസം എന്ന് പറയുന്ന ഒരു സിംഗിൾ വ്യവസായമല്ല, ഒരുപാട് വ്യവസായങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. അതിനകത്ത് അക്കോമഡേഷൻ ഇൻഡസ്ട്രി ഉണ്ട്, എയർലൈൻ ഇൻഡസ്ട്രി ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് സെക്ടർ ഉണ്ട്, അല്ലാതെ മറ്റു ട്രാൻസ്പോർട്ട് സെക്ടേഴ്സ് ഉണ്ട്, അട്രാക്ഷൻസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോ മറ്റ് സെക്ടറുകൾ, മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ടൂറിസത്തിനെ എഫക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പാൻഡമിക്കുകൾ വരുമ്പോഴും സംഭവിക്കാറ്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ രണ്ട് തോതിലാണ് സംഭവിക്കാറ്. ഒന്ന്, ഒരു എപ്പിഡമിക് ആയിട്ട് പോവുകയും പിന്നീട് അതൊരു വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് പാൻഡമിക് ആയി മാറുകയും ചെയ്യും. കൊറോണ എന്ന് പറയുന്ന പാൻഡമിക് ആണ്. അതേസമയം അതിന് മുന്നേ വന്നിരുന്ന ഈ കൊറോണയുടെ ആദ്യത്തെ വേർഷനായിട്ടുള്ള പിന്നെ നമ്മുടെ സ്വൈൻ ഫ്ലൂവും മറ്റു സാധനങ്ങളും ഒക്കെ, സാഴ്സ് ഒക്കെ, അതിന്റെ നേരത്തെ വേർഷനാണ് സാഴ്സ് ആയിട്ട് വന്നത്. അതൊക്കെ ശരിക്കും എപ്പിഡമിക്കിൽ നിന്നിരുന്ന സാധനങ്ങളാണ്. പക്ഷെ അത്രത്തോളം വ്യാപകമായിട്ട് വന്നു. ഇതൊരു പാൻഡമിക് ആയിട്ട് കരുതിയത് തന്നെ ഒരു പക്ഷേ ഈ റീസെന്റ് ആയിട്ടാണ്. ഒരു 2 മാസത്തിന് മുന്നിൽ മാത്രമാണ്, അതായത് ഫെബ്രുവരിയിലാണ് ഇത് പാൻഡമിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് മുന്നേ അത് അത്ര ഭീകരമാണ് എന്നാലും കരുതിയിരുന്നത്. അങ്ങനെ ഇതൊരു പുതിയ ഫിനോമിനാണ്, ലോകം ആദ്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ പാൻഡമിക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടൂറിസത്തിന് ഇമ്പാക്ട് ചെയ്യും. അതിന് മുന്നേ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സഞ്ചാരം എന്ന് പറയുന്ന പ്രക്രിയയാണ് ലോകത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാൻഡമിക്കുകളുടെയും സ്പ്രെഡിന്റെ ഏറ്റവും ബേസ് ആധാരം. അതിന്റെ കുറച്ച് ഡേറ്റയാണ് നമുക്കിപ്പോ നോക്കാം. അതിന്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ, ദി വേൾഡ് ഈസ് എക്സ്പീരിയൻസ് ഓൺ ദി വേഴ്സ്റ്റ് ക്രൈസിസ് ഇൻ ദ റീസെന്റ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഒരുപക്ഷെ കഴിഞ്ഞ 100 വർഷത്തിൽ വേൾഡ് വാറുകൾ കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമായ ഒരു ക്രൈസിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനു മുന്നേ 1918-19 കാലഘട്ടത്തിൽ ഒരു വലിയൊരു പാൻഡമിക് നമ്മൾ ഫേസ് ചെയ്തതാണ്. ഒരു ഫ്ലൂ നമ്മളെ ലോകത്തിലെ ഏതാണ്ട് 5 മില്യൺ ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു വലിയ സിറ്റുവേഷൻ അന്ന് ഒരു പാൻഡമിക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇത്രയും വലിയൊരു പാൻഡമിക് ഉണ്ടായിട്ടില്ല. The world has never seen the spread of infection as fast as corona. കാരണം കൊറോണയെ പോലും ഇത്രയും സ്പീഡിൽ, അതിന് വേറെ ഒരുപാട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. കൊറോണ എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം അത്രത്തോളം മറ്റു കാര്യങ്ങൾ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ്. കാരണം സഞ്ചാരം അത്രത്തോളം കൂടി, വളരെ സ്പീഡിൽ ആൾക്കാർ എത്താൻ തുടങ്ങി, ട്രേഡ് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ട്രേഡ് എല്ലാ സ്ഥലങ്ങളിലും എത്തി. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് വളരെ സ്പീഡായിട്ട് മാറി. അതിന്റെ കണക്കുകൾ വളരെയധികം അത്ഭുതപ്പെടുന്നതാണ്. ഏതാണ്ട് 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചൈനയിൽ തുടങ്ങിയ ഒരു സാധനം പിന്നീട് 200 രാജ്യങ്ങളിലേക്ക് പോവുകയും മില്യൺസ് ഓഫ് പീപ്പിൾ, നമ്മളിപ്പോ തന്നെ കണ്ടിരിക്കുകയാണ്, 4-5 ബില്യൺ ആൾക്കാരിലേക്ക് അത് പടർന്നു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ ഒരു കണക്ക് പ്രകാരം 50 ദശലക്ഷം തൊഴിലാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ ഏർലി എസ്റ്റിമേറ്റ്സ് ആണ്. ഇതിന്റെ ഒരു എക്സാക്ട് എസ്റ്റിമേറ്റിലേക്കൊന്നും ഇതുവരെ ടൂറിസം വ്യവസായം എത്തിച്ചേർന്നിട്ടില്ല. അത് ഇനിയൊക്കെ അറിയാൻ കഴിയുള്ളൂ. അന്നൊന്നും ഇത്രത്തോളം ഈ എസ്റ്റിമേറ്റ് വരുന്നത് മാർച്ചിന്റെ ബിഗിനിങ്ങിലാണ്. അന്ന് ഇത്രത്തോളം ഭീകരതയെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ, അപ്പം 300 മില്യൺ ജോലി ചെയ്യപ്പെടുന്ന ഒരു വ്യവസായത്തിൽ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആവുകയും ഈ വർഷം ഒരു റിക്കവറിക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്ന് സംശയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ 50 മില്യൺ ടൺ മാത്രമാണോ ജോബ് ലോസ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പക്ഷേ കൊറോണ മറ്റു രാജ്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന, ചൈന കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്നാണ്. സൗത്ത് കൊറിയയും ആ ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷെ കേരള ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ട്രാവൽ ഇൻഡസ്ട്രീസ് അൺപ്രഡിക്റ്റബിൾ. നമുക്കൊരിക്കലും 100% സെർട്ടൺ ആയിട്ടിരിക്കാൻ കഴിയില്ല. മറ്റു മാറ്റങ്ങൾ വരും.
എന്ന് പറയാനേ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിന്നീട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാം. Many external factors create a crisis. It is almost certain that a crisis of some sort will occur at some point of time. എപ്പോഴെങ്കിലും ഒരു ക്രൈസിസ് എപ്പോഴും ചാടി വരാറുണ്ട് ഈ ടൂറിസം മേഖലയിൽ. പക്ഷെ ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുള്ളത്, ക്രൈസിസ് വന്നിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു വല്ലാത്ത റെസിലിയൻസ് അത് കാണിച്ചിരുന്നു. അത് തിരിച്ചു വരാനുള്ള ഒരു വല്ലാത്ത ത്വര ആ ഇൻഡസ്ട്രിക്ക് ഉണ്ട്. കാരണം സഞ്ചാര കൗതുകം അല്ലെങ്കിൽ സഞ്ചാരത്തിനോടുള്ള ഒരു താല്പര്യം മനുഷ്യന് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അത് ട്രാവൽ പ്രൊപ്പൻസിറ്റി എന്നാണ് നമ്മൾ ടൂറിസം പഠിപ്പിക്കുമ്പോൾ പഠിക്കാറ്. ആ ട്രാവൽ പ്രൊപ്പൻസിറ്റി ഏതാണ്ട് വളരെയധികം കൂടിക്കഴിഞ്ഞു ലോകത്തുള്ള ജനതയിൽ. അത് പണ്ട് ദ റിച്ച് ആൻഡ് അരിസ്റ്റോക്രാറ്റിക്കിൽ മാത്രം നിലനിന്നിരുന്ന ഒരു താല്പര്യം പിന്നീട് ഇപ്പം സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും, ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, എല്ലാ തരത്തിലേക്കും അത് എത്തിക്കഴിഞ്ഞു. അപ്പം സഞ്ചാരം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല. പക്ഷെ ഇപ്പോഴൊരു പാനിക് സിറ്റുവേഷൻ ആണ്, ഇപ്പൊ ഒരു ഫോബിയ ഉണ്ട്, ഇപ്പൊ ഒരു പാനിക് സിറ്റുവേഷൻ ആണ്. അതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാറാൻ കഴിയൂ. നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. അതായത് ടൂറിസം വളരെ ഫാസ്റ്റ് ആയിട്ട് വൾണറബിൾ ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അഫക്ട് ചെയ്യപ്പെടും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്, പാൻഡമിക്കുകളുടെ സ്പ്രെഡ്. ലോകത്തിന്റെ പാൻഡമിക്കുകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് ഈജിപ്തിലെ ഒരു മമ്മി പരിശോധിക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് അതിന്റെ ജനറ്റിക്കലായിട്ടുള്ള ചരിത്രം എടുത്തു നോക്കുമ്പോൾ ആദ്യം വന്നിരുന്ന സ്മോൾ പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ പോലും ഈജിപ്തിലൊക്കെ അങ്ങ് നടന്നിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു. അപ്പോൾ സ്മോൾ പോക്സ് പോലുള്ള അസുഖങ്ങൾ അന്നേ ഉണ്ട്. സ്മോൾ പോക്സ് ഈ 1970കളുടെ അവസാനം അല്ലെങ്കിൽ 60കളുടെ അവസാനം വരെ സ്മോൾ പോക്സ് ഭൂമിയിൽ നിലനിന്നിരുന്നു. അതിനെ പിന്നെ പിടിച്ചു കിട്ടുകയാണ് ചെയ്തത്. അപ്പം എത്രയോ മില്ലേനിയം കഴിഞ്ഞിട്ടാണ് ആ ഒരു രോഗത്തിനെ പിടിച്ചു കിട്ടിയത്. അപ്പൊ അതുപോലെ ചില രോഗങ്ങൾ ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടേയിരിക്കും, പിന്നെയും വരും. അപ്പം പഴയ കാല ചരിത്രത്തെ എടുത്തു നോക്കുമ്പോൾ വ്യാപാരമായിരുന്നു. കാരണം അന്ന് സഞ്ചാരത്തിന്റെ പ്രമുഖ കാരണം 2 കാരണങ്ങളായിരുന്നു. ഒന്ന് റിലീജിയൻ ആണ്, 2 വ്യാപാരമാണ്. വ്യാപാരം ഇന്നത്തെ പോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഒരു കാലഘട്ടത്തിൽ പോലെ തന്നെ അന്നും വ്യാപാരം ഇന്റർ കോണ്ടിനെന്റൽ കാര്യമായിട്ട് നടന്നിരുന്നു. ഇൻട്രാ മാത്രമല്ല, ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് ധാരാളം സഞ്ചാരം നടന്നിരുന്നു. ഇപ്പോ സിൽക്ക് റൂട്ടൊക്കെ അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ്. സിൽക്ക് റൂട്ട് മാത്രമല്ല, ഈ ഗൾഫിൽ നിന്നൊക്കെ ഉള്ള റൂട്ടുകളൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. യൂറോപ്പിലേക്കുള്ള അത് മരുഭൂമികളൊക്കെ താണ്ടിയിട്ട് യൂറോപ്പിലേക്ക് പോലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട സഞ്ചാരമായിരുന്നു ഒരു പരിധിവരെ എന്താ പറയുന്നത് എല്ലാ പാൻഡമിക്കുകളും ഒരു കോണ്ടിനെന്റിൽ നിന്നും മറ്റൊരു കോണ്ടിനെന്റിലേക്ക് എത്തുകയും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കാനും ഉള്ള പ്രധാന കാരണം. അത് സ്മോൾ പോക്സ് ആണെന്നുണ്ടെങ്കിലും മലേറിയ ആണെന്നുണ്ടെങ്കിലും പിന്നെ പ്ലേഗ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കൊരു സംശയം വരും, എങ്ങനെയാണ് പ്ലേഗ്? കാരണം പ്ലേഗ് എലികളിലൂടെ പടരുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതിനകത്ത് ചരിത്രം പറയുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന പിന്നെ കപ്പലുകളും അതുപോലുള്ള മറ്റ് പിന്നെ ഏതൊക്കെ വെഹിക്കിൾസ് ഉണ്ടോ ആ വെഹിക്കിൾസിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ ഇതിന്റെ പ്ലേഗ് പരത്തപ്പെടുന്ന ചെള്ളുകൾ, എലിയുടെ ചെള്ളുകൾ കൂടെ പോയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരു കോണ്ടിനെന്റിലേക്ക് അത് മാറില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് മലേറിയയുടെ കൊതുക് പരത്തുന്ന സാധനം. കൊതുക് പരത്തുന്ന കൊതുകുകളുടെ മുട്ടകൾ പല സാധനങ്ങളിലും പറ്റിക്കൂടുകയും അത് മറ്റു സ്ഥലങ്ങളിൽ ചെന്നതിന് ശേഷം പിന്നീട് കൊതുകുകളാകുകയും അത് പിന്നീട് വ്യാപിക്കുകയും അങ്ങനെ സ്പ്രെഡ് ചെയ്തും എന്നൊക്കെയാണ് ചരിത്രം പറയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ലോകത്തിനുള്ള എല്ലാ പാൻഡമിക്കുകളുടെയും സ്പ്രെഡിന്റെയും ബേസിക് റീസൺ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ അടുത്ത കാലത്താണ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ എമർജ് ചെയ്തതിനു ശേഷമാണ് ടൂറിസവും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നാച്ചുറലി ടൂറിസവും ട്രാവലിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതും കൂടെ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1-2 എക്സാമ്പിൾസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പ്ലേഗ് അത് സ്പ്രെഡ് ചെയ്തിരുന്നു. പിന്നീട് യുദ്ധങ്ങളിൽ ട്രൂപ്സിന്റെ മൂവ്മെന്റ് അതും തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ആണ്. അത് യുദ്ധ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 1918-19 കാലഘട്ടത്തിലെ ആ പാൻഡമിക്കിന്റെ ഒരു റീസണും ട്രൂപ്സിന്റെ മൂവ്മെന്റും അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരുപാട് ആൾക്കാർ മരിച്ചതിൽ ട്രൂപ്പിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോൾജിയേഴ്സ് കാര്യമായിട്ട് അതിനകത്ത് മരിച്ചിരുന്നു. അപ്പം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. 20th സെഞ്ചുറിയിലെ ആ ഇൻഫ്ലുവൻസയാണ് IAV എന്ന് പറയുന്ന ആ പാൻഡമിക്. ഏതാണ്ട് 50 മില്യൺ, ഞാൻ നേരത്തെ പറഞ്ഞ 5 അങ്ങനെ 50 മില്യൺ പോപ്പുലേഷനെയാണ് അന്ന് ഇല്ലാതാക്കിയത്. The movement of troops during World War I, during 1819, caused the spread of influenza to different parts of the world, and it continued to spread as pandemic strain of influenza through travel.
ഇൻഫ്ലുവൻസ് പിന്നീട് പല വേർഷനിൽ വന്നിട്ടുണ്ട്. കാരണം സ്ട്രെയിനുകൾ മാറി മാറി വരും. നമ്മൾ ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്നത് തന്നെ 2003 വന്ന സാഴ്സിന്റെ പുതിയ സ്ട്രെയിൻ ആണ്. 2019 സ്ട്രെയിൻ ആണെന്നേ ഉള്ളൂ. ആ വൈറസ് സെയിം തന്നെയാണ്. സ്ട്രെയിനിൽ വന്നിട്ടുള്ള മ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ചേഞ്ച് കൊണ്ടാണ് പുതിയത്. അതിന് കുറച്ചുകൂടെ കൺട്രോളിംഗ് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെ ഇനിയും ഈ മ്യൂട്ടേഷൻസ് സംഭവിക്കാം. Tourism is a form of travel. It's also proven to be a contributor in the spreading of the epidemics and pandemics geographically across continents. അതാണ് ഒരു കോണ്ടിനെന്റിൽ നിന്ന്, അപ്പം പല കോണ്ടിനെന്റ്സുകളും തമ്മിൽ വെള്ളത്താൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഈ വെള്ളം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോലും ഉണ്ടെങ്കിൽ പോലും ഈ രോഗം മറ്റു സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാപാരവും അതുമായിട്ട് ബന്ധപ്പെട്ട സഞ്ചാരങ്ങളും വഴിയായിരുന്നു. ചില ഒന്ന് രണ്ട് എക്സാമ്പിൾസും മറ്റ് ഈ റീസെന്റ് ആയിട്ട് വന്നുകൊണ്ട് സാഴ്സിന്റെ കാര്യം, ചൈനയിൽ നിന്നും കൊറിയയിലേക്ക് ടൂറിസ്റ്റുകളാണ് അത് സ്പ്രെഡ് ചെയ്തത് ഒരു പ്രധാന കാരണം. പിന്നെ അതുപോലെ തന്നെ 97 സാഴ്സ് വന്നിരുന്നു. അത് മെയിനായിട്ട് ഹോങ്കോങ്ങിലും ചൈനയുടെ ചില ഭാഗങ്ങളുമായിരുന്നു. പിന്നെ സ്വൈൻ ഫ്ലൂവിന്റെ തുടക്കം സത്യത്തിൽ മെക്സിക്കോയിലായിരുന്നു. അത് പക്ഷേ അവിടെ വെച്ച് കണ്ടെയ്ൻ ചെയ്യപ്പെട്ടു. അത് കാര്യമായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിരുന്നില്ല. പിന്നെ എബോള വൈറസ് നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ട ഒരു സാധനമാണ്. പ്രത്യേകിച്ചും ആഫ്രിക്കയിലും അതിന്റെ ഭാഗങ്ങളിലുമായിരുന്നു. പക്ഷെ അന്ന് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. പക്ഷെ പിന്നീടും അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാതെ അതിനെ നിർത്താൻ കഴിഞ്ഞിരുന്നു. പിന്നെ സിക്ക വൈറസ്, അത് നമ്മൾ കേരളമൊക്കെ കണ്ടൊരു കാര്യമാണ്. എബോളയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നിപ്പ വൈറസ് കേരളത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു. പക്ഷെ അതും വളരെയധികം കണ്ടെയ്ൻ ചെയ്തു. നമുക്ക് നല്ലൊരു സിസ്റ്റം ഓഫ് ഹെൽത്തിന്റെ ഒരു കാര്യമായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നതുകൊണ്ട് അത് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് ഈ കൊറോണയുടെ ഒരു സിറ്റുവേഷനിലേക്കാണ്. Corona pandemic has already shattered the social, cultural, and economic circumstances for people. ലോകം മുഴുവനുമുള്ള എല്ലാ എക്കണോമിക്, സോഷ്യൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതിനെപ്പറ്റി ഇനി പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും വീടുകളിലിരുന്ന് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ന്യൂസ് പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയേണ്ട കാര്യമില്ല. എത്രത്തോളം ഭീകരതയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് സോഷ്യൽ ലൈഫിൽ എത്രത്തോളം കോൺസിക്വൻസസ് ആണ് വരാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ടൂറിസത്തിന്റെ കാര്യത്തില് അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. തീർച്ചയായിട്ടും അത് വൺ ഓഫ് ദി വേർസ്റ്റ് ഹാർഡസ്റ്റ് ഹിറ്റ് സെക്ടേഴ്സ് ആണ്. ദി കൊറോണ വൈറസ് പാൻഡമിക് വിൽ ഡീപ്ലി അഫക്ട് ദി ടൂറിസം ആൻഡ് ട്രാവൽ സെക്ടർ. ഇറ്റ്സ് ഓൾറെഡി ക്ലിയർ now that the impact of corona pandemic on the tourism industry is going to be devastating. And what happened in the case of severe, നേരത്തെ 2003 വന്നിട്ടുള്ള സാഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ എത്രയോ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ആണ് ഈ കൊറോണ ഉണ്ടാക്കുമ്പോൾ. അന്ന് തന്നെ കാര്യമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് അമേരിക്കയിൽ സംഭവിച്ചിരുന്ന സെപ്റ്റംബർ 11 അറ്റാക്ക്, അന്നത്തെ ടെററിസ്റ്റ് അറ്റാക്ക്, അത് തന്നെ ലോകത്തെ ടൂറിസത്തിന് മൊത്തം അഫക്ട് ചെയ്തൊരു വിഷയമാണ്. അപ്പൊ പിന്നെ ലോകം മുഴുവൻ അഫക്ട് ചെയ്യുന്ന ഒരു വിഷയത്തിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതും. നമ്മൾ ഈ ഇത് പഠനമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയാം. ഒന്ന്, കേരളത്തിലെ കൊറോണ ഇഫക്റ്റിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലെ അതുമായിട്ടുണ്ടാകുന്ന സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ ഇത് നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യാൻ എന്തൊക്കെ സാധ്യതകളാണ്, നമ്മുടെ പ്രോസ്പെക്ട്സ് ആണുള്ളത്, പിന്നെ ആ പ്രോസ്പെക്ട്സിൽ നമ്മൾ ഒരു പക്ഷേ നേരിട്ടേക്കാവുന്ന വെല്ലുവിളികൾ. ഈ 4 ഫോക്കസ് ആണ് നമ്മൾ ഇതിനകത്തുള്ളത്. അതിന്റെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്. കേരള ഇസ് എ ഫസ്റ്റ് സ്റ്റേറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജനുവരി 30 നമ്മൾ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. അത് വുഹാനിൽ വന്നിട്ടുള്ള 3 ആൾക്കാരിൽ ആദ്യത്തെ ഒരാളിനെ ഫസ്റ്റ് ഡേ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ 2 പേരെ ഫെബ്രുവരി 2-നും 3-നുമായിട്ട് 2 പേരും കൂടെ പോസിറ്റീവ് ആണ്, കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ള റിപ്പോർട്ട് വന്നു. പിന്നീട് നമുക്ക് ഏതാണ്ട് 1 മാസത്തേക്ക് ഒരു റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ടെസ്റ്റുകളും കഴിയുമ്പോൾ അന്ന് ഏതാണ്ട് ഒരു 10-30,000 പേര് നമ്മളന്ന് ഒബ്സർവേഷനിലായിരുന്നു. പക്ഷെ പിന്നീട് ആരും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാർച്ച് 8 മുതലോ 7 മുതലോ മറ്റോ ആണ്. അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന 3 പേരും അവരിൽ നിന്നും കിട്ടിയ എല്ലാവരും കൂടെ ഒരു 5 പേരെയാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കുട്ടിയും പിന്നീട് കുട്ടിയുടെ പേരൻസ് പിന്നീടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പിന്നീട് 2 ഫോറിൻ ടൂറിസ്റ്റുകൾ. അങ്ങനെയാണ് തുടങ്ങിയത്. ആ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. സഞ്ചാരം എന്ന് പറയുന്ന പ്രോസസ്സിൽ അത് മലയാളി മറ്റു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വന്നാലും എവിടെ നിന്ന് വന്നാലും ശരി, അത് സഞ്ചാരം തന്നെയാണ്. ആ സഞ്ചാര പ്രോസസ്സിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് ഈ സാധനം സ്പ്രെഡ് ചെയ്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിരുന്ന എല്ലാ റെക്കമെൻഡേഷൻസും കൺട്രോൾ മെഷേഴ്സും പാലിച്ചിരുന്നു.
നിപ്പ വൈറസിന്റെയും സിക്ക വൈറസിന്റെയും ഒരു സമയത്ത് തന്നെ നമുക്ക് അതിനുള്ളൊരു മെക്കാനിസം, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരുന്നു. ആ സിസ്റ്റം പൂർണ്ണമായിട്ടും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഗ്രാഫിനെ നമുക്ക് 2-2.5 മാസം കൊണ്ട് നോർമലൈസ് ചെയ്യാൻ കഴിയും. അതായത് കാര്യമായ ഒരു ഹൈറ്റിലേക്ക് പോകാതെ. നമ്മളിപ്പോ ഇന്ത്യയുടെ മൊത്തം ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാഗ്നേഷൻ ലെവൽ എത്തിയിട്ടില്ല. എന്ന് ഈ സ്റ്റാഗ്നേഷൻ ലെവൽ എത്തും എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോൾ ഒരു ധാരണയില്ല. പല റിപ്പോർട്ടുകൾ പറയുന്നു, പൈസന്മാരൊക്കെ പറയുന്ന പോലെ ഉള്ള റിപ്പോർട്ടുകൾ ഏതാണ്ട് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈക്ക് ആവുന്നതാണ് അതിന്റെ പീക്കിലെത്താൻ. അപ്പൊ ജൂലൈ ഒക്കെ ആവുമ്പോൾ പീക്കിലെത്തുമ്പോൾ എത്ര പേരാണ് അന്ന് മരിക്കുക, എത്ര പേരാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക? ഇപ്പം ഓൺ ആൻ ആവറേജ് പെർ ഡേ 3500-4000 പേര് വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൂടി ഒരു സർട്ടൺ ലെവൽ എത്തിയതിനു ശേഷം മാത്രമേ പിന്നീട് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് പോവുള്ളൂ. ആ സ്റ്റേജ് എത്തിയാലേ എന്തെങ്കിലും നമുക്കൊരു പിന്നീട് പ്രോസ്പെക്ട്സിനെ പറ്റി ഇന്ത്യയുടെ കാര്യത്തിൽ മൊത്തത്തിൽ പറയാൻ കഴിയുള്ളൂ. എത്ര വരെ പോകുന്നുള്ളതിനെ പറ്റി ഇപ്പൊ പറയാൻ കഴിയില്ല. പക്ഷെ മറ്റു രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ അമേരിക്കയും ഇറ്റലിയും സ്പെയിനും ബ്രിട്ടനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പോക്കിന്റെ റേറ്റ് വളരെ കുറവാണ്. ഒരുപാട് അതിന് ജോഗ്രഫിക്കൽ, ജനറ്റിക്കൽ, പിന്നീട് ഹെൽത്ത് റിലേറ്റഡ്, മെഡിക്കൽ റിലേറ്റഡ് ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ നമ്മൾ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണും അങ്ങനെയുള്ള മെഷേഴ്സും, ലോക്ക്ഡൌൺ ഒക്കെ അതിന് കാര്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ സ്പ്രെഡ് ആദ്യകാലത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ മരിക്കാൻ പോകുന്നത് പിന്നീട് 2 ലക്ഷം മുതൽ 10 ലക്ഷം പേര് വരെ മരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് മെഷേഴ്സ് എടുത്തിരുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഒരു മെഷറൊക്കെ നമ്മൾ എടുത്തില്ലായിരുന്നുള്ള സ്ഥിതി അതിഭീകരമാകുമായിരുന്നു. പക്ഷെ എങ്കിലും മറ്റു ചില റീസൺസ് ഉണ്ട്. BCG പോലുള്ള വാക്സിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരായ പോപ്പുലേഷൻ ആയിട്ട് അത്ര പെട്ടെന്ന് ഇതിന്റെ ഒരു ഇമ്പാക്ട് കാര്യമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മരണത്തിന്റെ റേറ്റ് ഒക്കെ കുറവാണ്. പക്ഷെ അതും പൂർണ്ണമായിട്ടും പഠനത്തിന് വിധേയമാക്കാത്ത സാധനങ്ങളാണ്. കാരണം ഇത് പുതിയ ഫിനോമിനൻ ആയതുകൊണ്ട് എത്രത്തോളം നമുക്കിപ്പോൾ അത് പറയാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല. The state has been successful in implementing the strategies contain the spread of virus compared to most of the places across the world. Kerala has the highest COVID recovery rate, lowest mortality. അതൊരു സത്യമാണ്. ലോകത്ത് പിന്നീട് മൊത്തം ഉണ്ടായിരിക്കുന്ന കേസുകളിൽ മരിച്ചവരുടെ എണ്ണത്തിന്റെ പെർസെന്റേജ് റേറ്റ് എടുത്ത് നോക്കുമ്പോൾ വൺ ഓഫ് ദ ലോവസ്റ്റ് ആണ് നമ്മൾ. ഇത് മാത്രമല്ല, വേറെ ഉണ്ട് രാജ്യങ്ങൾ, സ്ഥലങ്ങളുണ്ട്. പക്ഷെ വൺ ഓഫ് ദ ലോവസ്റ്റ് ആണ് നമ്മുടേത്. And the state has already gained a reputation as the safest place to be in India, especially during the time of health calamity. നമ്മൾ ടൂറിസത്തിലേക്ക് വരികയാണ്. The coronavirus or the COVID-19 pandemic is massively affecting the Kerala tourism industry. നമുക്കറിയാം, ഏതാണ്ട് മാർച്ച് മാസത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ഏതാണ്ട് ഒരു 1000-ൽ താഴെയായിരുന്നു. 1000 അല്ല, ഏതാണ്ട് 2000-ഓളം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആൾക്കാർ തിരിച്ചു പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ ഉണ്ടായിരുന്ന ബുക്കിംഗ്സ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ആയി. ബുക്കിംഗ്സ് were completely cancelled as a coronavirus outbreak affected the whole world with travel restrictions. Tourism hotspots are wearing a deserted look without foreign tourists and domestic travelers keeping away amid COVID-19 scare. അത് ഒരു തുടക്കത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ പിന്നെ നമുക്ക് പറയേണ്ട ഡെസേർട്ട് എന്നല്ല, കംപ്ലീറ്റ്ലി ഡെസേർട്ടഡ് ആണ്. കാരണം ഒരു സ്ഥലത്തും സഞ്ചാരികളില്ല. കേരളത്തിൽ ആകെ കോവളത്ത് കുറച്ച് ടൂറിസ്റ്റുകൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നവരുണ്ട്. അത് ഓൾറെഡി ഇവിടെ പെട്ടുപോയവരാണ്. അവരൊഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾ വേറെ ഇല്ല. കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറച്ച് ടൂറിസ്റ്റുകളെ തിരിച്ചയച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷ് ടൂറിസ്റ്റുകൾ കുറെ പേരെ, ഏതാണ്ട് ഒരു 200-ന് മുകളിൽ ടൂറിസ്റ്റുകളെ നമ്മൾ സ്പെഷ്യൽ പ്ലെയിനിൽ അവർ വന്നിട്ട് കൊണ്ടുപോയിരുന്നു. പിന്നീട് ജർമ്മൻ ടൂറിസ്റ്റുകൾ ഏതാണ്ട് മാർച്ച് 13-ന് 232 പേരെ മറ്റു കൊണ്ടുപോയിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ ടൂറിസ്റ്റുകളെയും അവരുടെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോയിരുന്നു ഇൻ ബിറ്റ്വീൻ, ഈ ലോക്ക്ഡൌൺ ആയിരുന്നതിനിടയ്ക്ക് തന്നെ. അതെല്ലാം ചാർട്ടർ ഫ്ലൈറ്റ്സും മറ്റു ഫ്ലൈറ്റ്സും ഒക്കെ വന്നിട്ടാണ് കൊണ്ടുപോയത്. ഇനി കേരളത്തിലെ ഒരു ടൂറിസത്തിന്റെ ഒരു ക്വാണ്ടിറ്റിയെ കാണിക്കാൻ ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നേ ഉള്ളൂ. കേരള ഹാസ് അട്രാക്റ്റഡ് അറൌണ്ട് 1.96 crore ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ വിസിറ്റേഴ്സ്. ഏതാണ്ട് 2 കോടിയോളം സഞ്ചാരികൾ എത്തുന്നതാണ്. അത് ഈ 2 കോടിയുടെ കണക്കൊക്കെ വരുന്നത് ഫോറിൻ ടൂറിസമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴല്ല. കാരണം ഈവൻ പിൽഗ്രിമേജ് റീസൺസിന് കേരളത്തിൽ വരുന്ന സഞ്ചാരികൾ അതിൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഫിഗർ കാണുന്നത്. പക്ഷെ അവരൊന്നും ഇവിടുത്തെ അക്കോമഡേഷൻ സെക്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം 2 കോടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഹോട്ടൽസും മറ്റു സാധനങ്ങളൊന്നും കേരളത്തിനകത്തില്ല. അപ്പൊ ഇത് മറ്റ് ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്ന മറ്റ് പർപ്പസിന് വരുന്നവരെയും കൂടെ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈ ഫിഗർ വലിയ ഫിഗർ ആയിട്ട് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 30-40 ലക്ഷം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിൽക്കുക. നമ്മുടെ ഇഫക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ല. വളരെ ഭീകരമായിരിക്കും അവസ്ഥ. ഇനി നമ്മൾ ഇമ്പാക്ട്സിലേക്ക് പോവുകയാണ്. ഓരോ ഇമ്പാക്ട് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് അൺപ്രസിഡന്റഡ് ക്രൈസ് ആണ്. ഇങ്ങനെ ഒരു ക്രൈസിസ് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സഞ്ചാരം കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. ലോക്ക്ഡൌൺ ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനും.
ആൻഡ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീസ് ഫോഴ്സ് ടു ഷട്ട് ഇൻഡെഫിനിറ്റ്ലി. ടൂറിസത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസം ഒരു മിക്സർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്, ഒരു ഇൻഡസ്ട്രി അല്ല, ഒരുപാട് ഇൻഡസ്ട്രികളുടെ ഒരു കോമ്പിനേഷൻ ആണ്. സോ വി കോൾ ഇറ്റ് ആസ് അമാൽഗം ഓഫ് ഇൻഡസ്ട്രീസ്. ഒരു ഇൻഡസ്ട്രികളുടെ ഒരു കോമ്പിനേഷൻ, മിക്സർ ആയിട്ടാണ് കാണുക, ഒരു സെറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. അതിനകത്ത് കോർ ഇൻഡസ്ട്രീസും ഉണ്ട്, സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹോട്ടലും ട്രാവൽ സെക്ടറും ഒക്കെ കോർ ഇൻഡസ്ട്രീസ് ആണ്, അതിന്റെ മെയിൻ സെക്ടേഴ്സ് ആണ്. പക്ഷെ മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് അതിനകത്തുണ്ട്. ഇപ്പോൾ തന്നെ ഷോപ്പിംഗ് സെക്ടർ, ഷോപ്പിംഗ് സെന്റർ നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ്, ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഷോപ്പിംഗ് ഇൻഡസ്ട്രി ടൂറിസത്തിന്റെ മേഖലകളിൽ വരുമ്പം നാച്ചുറലി അത് ടൂറിസത്തിന്റെ ഒരു ആൻസിലറി സെക്ടർ ആണ്. അങ്ങനെ ആൻസിലറി സെക്ടേഴ്സ് ധാരാളം ടൂറിസത്തിനുണ്ട്. അപ്പൊ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രദേശത്തിൽ ഇപ്പൊ കോവളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കോവളത്തിലുള്ള എല്ലാ തരത്തിലുള്ള വ്യവസായങ്ങളും ഒരു പരിധിവരെ ടൂറിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നായിരുന്നു, അതെല്ലാം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ തന്നെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടൂറിസം ഷാൽ ബി സ്റ്റോപ്ഡ് ഫോർ എ ലോങ് ടൈം. ഡൊമസ്റ്റിക് ടൂറിസം നമുക്ക് റിവൈവ് ചെയ്യാം എപ്പോഴാണോ ഇന്ത്യ റിക്കവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിനകത്തുള്ള ടൂറിസത്തിന്, അത് നമ്മളിപ്പോ ഗവൺമെന്റ് ഓഫ് കേരളയുടെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ഉള്ള ചർച്ചകളിൽ സ്ഥിരം കടന്നു വരുന്ന ഒരു വിഷയമാണ്. അതായത് ഇവിടുത്തെ ടൂറിസത്തിന്റെ ഇൻഡസ്ട്രിയെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ആവേശമോ അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനത്തിലുള്ള ഒരു സ്കോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്തുള്ള ടൂറിസത്തിനെ ഒന്ന് റിവൈവ് ചെയ്യാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിവൈവ് ചെയ്യാൻ വേറൊന്നുമല്ല, കഴിയുന്ന ആൾക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഇതിൽ നിന്നൊക്കെ ചില ടൂറുകൾ പോയി ഈ സെക്ടറിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ഒക്കെ ചെയ്യുന്നില്ല. പക്ഷെ ഇന്റർനാഷണൽ ടൂറിസം എടുക്കുമ്പോൾ ഇതൊന്നും കഴിയില്ല. കാരണം ലോകത്ത് ഇതെന്ന് അവസാനത്തെ കോവിഡ് അണുവിനെ പോലും കൺട്രോൾ ചെയ്യപ്പെടാതെ നമുക്ക് ഇതിനെ 100% സേഫ് ആണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എന്നാണ് ഇന്റർനാഷണൽ ടൂറിസം റിവൈവ് ചെയ്യപ്പെടുക എന്ന് ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നീട് ബാങ്ക്രപ്സിയിലേക്ക് പോകും എന്ന് പറയുന്നതാണ് മറ്റൊരു വിഷയം. കാരണം ഇൻഡസ്ട്രിയിൽ എല്ലാ വ്യവസായങ്ങളും ഒരു പരിധിവരെ ലോണുകൾ ഉള്ളതാണ്. ലോണില്ലാതെ സാധാരണ ബിസിനസ് സ്ഥാപനങ്ങൾ നിൽക്കാറില്ല. ഒരിക്കലും പൂർണ്ണമായും കാശ് 100% ഇട്ടുകൊണ്ട് ബിസിനസ് ആരും ബിസിനസ് നടത്താറില്ല. അപ്പം എല്ലാ ഇതിനും തിരിച്ചടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിപ്പം 2-3 മാസത്തെ മൊറട്ടോറിയം കൊടുക്കുന്നതുകൊണ്ട്, ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കുന്നതിന്റെ അല്ലെങ്കിൽ EMI അടയ്ക്കുന്നതിന്റെ മൊറട്ടോറിയം കൊടുത്തതുകൊണ്ട് ഈ പ്രശ്നം തീരില്ല. കാരണം കുറെ നാളത്തേക്ക് ഇവർക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും. അപ്പം ബാങ്ക്രപ്സി ഇപ്പൊ ഒരു വലിയൊരു വിഷയമാണ്. നമുക്കറിയാം ടൂറിസ്റ്റുകൾ വരാത്തതുകൊണ്ട് സീറോ റവന്യൂ പീരീഡ് ആണ്, ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി. ക്യാഷ് ഫ്ലോ സ്റ്റോപ്പ് ആകുമ്പോൾ പ്രശ്നം സാലറി കൊടുക്കുക എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജീവിക്കുന്നവരുണ്ട്, അവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കണം എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നീട് നോ ക്ലാരിറ്റി ഓഫ് വേ ഫോർവേഡ് ആൻഡ് കംപ്ലീറ്റ് അൺസർട്ടനിറ്റി പ്രിവെയിലിംഗ് ഇൻ ദ ഇൻഡസ്ട്രി. ഇപ്പം ആസ് ഓഫ് നൗ ഒരു അരക്ഷിതാവസ്ഥ, ഇത് എന്ത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇല്ലായ്മയുണ്ട്. ഡിമാൻഡ് ഇല്ല, ഡിമാൻഡ് ഇൻ ദ സെൻസ് ടൂറിസ്റ്റുകൾ വരുന്നില്ല, അത് തന്നെയാണ് ഡിമാൻഡ് ഇല്ല ഉള്ളത്. അതുപോലെ ഗ്രാഡിക്കേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി എന്നുള്ള പ്രോഡക്റ്റിന്റെ പ്രൊവിഷൻ ആണ്. ഇൻഡസ്ട്രി എന്ന പ്രോഡക്റ്റ് ഇനി ഉടനെ വരാൻ കഴിയില്ല. കാരണം സപ്ലൈ, ഡിമാൻഡ് ഇല്ലാത്തടത്തോളം സപ്ലൈയുടെ ആവശ്യകതയില്ല. പിന്നെ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസെപ്പറബിലിറ്റി എന്നൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ മാർക്കറ്റിംഗിൽ സാധാരണ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഒരു സ്ഥലത്ത് എത്തിയാലേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. കൺസ്യൂമർ ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വന്നില്ലെങ്കിൽ ഇവിടെ ഉൽപ്പന്നം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് വിൽക്കാൻ കഴിയില്ല. ടൂറിസ്റ്റ് അവിടെ വന്നാലേ ആ ഉൽപ്പന്നം ഉണ്ടാകുന്നുള്ളൂ. ഒരു ഹോട്ടലിൽ ഒരാൾ താമസിക്കാൻ വന്നാലേ ആ ഹോട്ടലിൽ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് എലമെന്റ്സ് ആണ്. ടൂറിസ്റ്റ് വരാത്തിടത്തോളം കാലം ആ ഉൽപ്പന്നം ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ വിൽക്കാൻ കഴിയില്ല. ഇപ്പൊ കാർ പോലുള്ള ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് നിർമ്മിച്ചു വെക്കാം, ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം, എന്നിട്ട് നാളെ വിൽക്കാം. ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഹൈലി പെരിഷബിൾ ഇൻഡസ്ട്രിയാണ്, ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ആ ഒരു സമയത്ത് ഉൽപ്പന്നം അപ്പോൾ തന്നെ വിറ്റ് തീർക്കേണ്ട ഒരു വ്യവസായമാണ്. അത് വിറ്റ് തീർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പൊ ആള് വന്നില്ലെങ്കിൽ, പ്രൊഡ്യൂസറും കൺസ്യൂമറും ഒരേ സമയത്ത് പ്രസന്റ് ആണെങ്കിൽ മാത്രമേ ഈ പ്രോഡക്റ്റ് ഉൽപ്പന്നം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആള് വരാതെ ഉൽപ്പന്നം ഉണ്ടാകുന്നില്ല. ഉൽപ്പന്നം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സപ്ലൈയുടെ ആവശ്യമില്ല. അപ്പൊ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്ഡ് ആണ്. അടുത്തൊരു വിഷയമാണ് ക്യാപിറ്റൽ ആൻഡ് എറോഷൻ. അതായത് മൂലധനം ഇതാരെങ്കിലും ഇറക്കേണ്ട ഒരു വിഷയമാണ്. ആരാണ് ഈ മൂലധനം ഇറക്കേണ്ടത്? മൂലധനം ഇതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെയും മൂലധനം ഇറക്കുന്നത്, ഒരു പരിധി വരെ. പുറത്തുനിന്നുള്ളവരും ഉണ്ടാവും. അപ്പം പിന്നീട് മൂലധനം ഇറക്കാൻ ഇനിയിപ്പോൾ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകും. അത് തന്നെയാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ് കാണിക്കുന്നത്, ലോസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇതിനകത്ത് മൂലധന നിക്ഷേപത്തിന് തൽപരരായിട്ടുള്ളവർക്ക്
കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു വലിയ ഘടകമാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്ത വിഷയമുണ്ട്. എന്റെ ഒരു പഴയ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1999-2002 കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥി. ഇപ്പൊ അയർലൻഡിലാണ്. അപ്പം പുള്ളി അവൻ അവിടെ വന്നിട്ട് ഇവിടെ അവരുടെ കമ്പനിയുടെ സായിപ്പന്മാരും ഒക്കെ ചേർന്നിട്ട് കേരളത്തിൽ കുറച്ച് വ്യവസായങ്ങൾ, ഐ മീൻ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു സെക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഞങ്ങളെയൊക്കെ അതിനകത്ത് പാർട്ടാക്കിയിരുന്നു. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു 3-4 പ്രോപ്പർട്ടീസ് ആലപ്പുഴയും വലിയ കുറവും ഒക്കെ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് വയനാട് ഒക്കെ കണ്ടുവച്ചിരുന്നതാണ്. കഴിഞ്ഞ ആഴ്ച അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സാഹിബ് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോ അവര് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് വലിയ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഇത്രത്തോളം അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് ഇനി എന്നത് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരുമെന്ന് അറിയാൻ കഴിയില്ല. അതിനേക്കാളും നല്ലത് അവർ ഓൾറെഡി ഹെൽത്ത് സെക്ടറിൽ ഉള്ളവരാണ്. ഹെൽത്ത് സെക്ടർ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, കേരളത്തിൽ നിന്നുള്ള ഹെൽത്ത് സെക്ടറിനെ കാര്യമായി യൂട്ടിലൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതൊരു റിയൽ ആയിട്ട് ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് പുറകോട്ട് വലിയും. അത് നമുക്കൊരു വലിയ പ്രശ്നമാണ് ഇതിന്റെ ഒരു വികസനത്തിൽ. പിന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിൽ ഏതാണ്ട് 15 ലക്ഷം ആൾക്കാരാണ് ഇതിനകത്ത് തൊഴിൽ മേഖലയിൽ നേരിട്ടും അല്ലാതെയുമായിട്ട് നിൽക്കുന്നത്. അതിൽ എത്ര പേർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് പറയാൻ കഴിയില്ല. എസ്പെഷ്യലി പ്രശ്നം വരുന്നത് വേറെ ആർക്കും അല്ല, ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എന്റർപ്രൈസസിൽ നിൽക്കുന്ന ജീവനക്കാർ. അവർക്ക് സത്യത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടാകില്ല, പിന്നെ PF ഉണ്ടാകില്ല, ഗ്രാറ്റുവിറ്റി ഉണ്ടാകില്ല. ഇപ്പോ ഹൗസ് ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ, ഒരു ഹൗസ് ബോട്ടിൽ ഏതാണ്ട് 7-8 പേര് അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെ കേരളത്തിനകത്ത് ഏതാണ്ട് 10,500 ഹൗസ് ബോട്ടുകളുണ്ട്. ഇത്രയും ഹൗസ് ബോട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അങ്ങനെ നോക്കും. പിന്നെ ഓട്ടോറിക്ഷക്കാർ പലപ്പോഴും ടൂറിസം കേന്ദ്രങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ നിലനിൽക്കുന്ന ആൾക്കാരുടെ തൊഴിലിന്റെ സ്ഥിരത ഒരു വലിയ പ്രശ്നമാണ്. അവരിപ്പം കംപ്ലീറ്റ്ലി ശമ്പളമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതിന് എന്ന് അവർക്കത് തിരിച്ചിതിലേക്ക് വരാം. അതിനകത്ത് വേറൊരു പ്രശ്നം സംഭവിക്കും, മൈഗ്രേഷൻ ഓഫ് ലേബർ വരാം. ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ സെക്ടറിൽ പോയി ജോലി നോക്കും. അപ്പൊ ഈ സെക്ടറിലെ സ്കിൽഡ് എംപ്ലോയീസിന്റെ എണ്ണം ഭാവിയിൽ കുറയുകയും ചെയ്യാം. പിന്നീട് ടൂറിസം സീസൺ വിൽ ബി ഡ്രെയിൻഡ് ഫോർ എ കപ്പിൾ ഓഫ് ഇയർ. കുറെ നാളത്തേക്ക് ഇത് ഇല്ലാത്ത വറ്റി വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. വറ്റി വരണ്ട് കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സീസൺ കാര്യമായിട്ട് നമ്മുടെ സാധാരണഗതിയിൽ ഒരു ടൂറിസം നിലനിൽക്കുന്നത് സീസണിലാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ അത് സർവൈവലിന് മാത്രമാണ്, ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യാറ്. അപ്പൊ അത് എത്രത്തോളം കാലം സീസൺ ഇനി അത് റിവൈവ് ചെയ്യപ്പെടും, പൂർണ്ണമായ ഒരു സീസൺ ഉണ്ടാകുക. നമ്മുടെ സീസൺ സാധാരണ ഒക്ടോബർ ടു ഫെബ്രുവരി ഒക്കെയാണ് സാധാരണ പോകാറ്. ആ 4-5 മാസം ആണ് നമ്മുടെ പീക്കായിട്ട് നിൽക്കുന്നത്. ആ സമയത്താണ് സാധാരണ പ്രോഡക്റ്റിന്റെ വില കൂടുകയും ഹോട്ടൽ റൂമുകളുടെ റേറ്റ് കൂടുകയൊക്കെ ചെയ്യാം. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന ഇതിനിടയ്ക്ക് തന്നെ ഉൽപ്പന്നങ്ങളുടെ വില കൂടാം, കൊമോഡിറ്റീസിന് സ്കേഴ്സിറ്റി ഉണ്ടാകാം, നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ പല ടൂറിസം മേഖലയിൽ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ തന്നെയും പുറത്തുനിന്നൊക്കെ വരുന്നതാണ്. അതിനൊക്കെ വില കൂടും, ട്രാവൽ എക്സ്പെൻഡിച്ചർ കൂടും. കാരണം എയർലൈൻസ് പോലുള്ള ഇൻഡസ്ട്രികളെല്ലാം ലോസിലാണ് കിടക്കുന്നത്. ഒരു ഫ്ലൈറ്റ് 1 മണിക്കൂർ ഫ്ലൈ ചെയ്തില്ലെങ്കിൽ ആ ഫ്ലൈറ്റ് അത്രത്തോളം നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ലോകത്തുള്ള എയർലൈൻ കമ്പനികളൊക്കെ ഒരിക്കലും ഒരു എയർക്രാഫ്റ്റിനെ താഴെ കിടക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും അത് പറന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവരുടെ സ്വപ്നം. വേറൊന്നുമല്ല, അത് പറഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ ദിവസവും 27 മണിക്കൂറും അത് ലാൻഡഡ് ആണ്. ലാൻഡഡ് ആകുന്നതിനനുസരിച്ച് അത്രത്തോളം ലോസ് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രിയിൽ അവർക്കത് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാച്ചുറലി അവർക്ക് കോസ്റ്റ് കൂട്ടി കഴിയുള്ളൂ. അപ്പൊ അതൊരു വലിയൊരു ത്രെറ്റാണ്. പിന്നെ കേരള ടൂറിസത്തിന്റെ മാർക്കറ്റ്, നമ്മുടെ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ മാർക്കറ്റ് മെയിൻലി യൂറോപ്പാണ്. പിന്നെ ഉള്ളത് ശ്രീലങ്കയും ബംഗ്ലാദേശും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളൊക്കെയാണ്. യൂറോപ്പിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. അവിടെ സാമ്പത്തിക, പിന്നെ US ഉണ്ട്. US യൂറോപ്പിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ ആ മാർക്കറ്റിലെ ഇക്കോണമിയിൽ നോർമലൈസ് ചെയ്യപ്പെടാതെ നമുക്ക് ആളുകൾ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ടൂറിസത്തിന്റെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസ്ക്രിഷണറി ഇൻകം അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം ബേസ് ചെയ്ത ഇൻഡസ്ട്രിയാണ്. ഡിസ്ക്രിഷണറി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ദിവസം ചെലവാക്കുന്ന പൈസ, ഒരു ദിവസം എത്ര അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടുന്നോ, അല്ലെങ്കിൽ നമുക്ക് എത്ര തുകയുണ്ടോ, അതിൽ കുറെ കാര്യങ്ങൾ കമ്പൽഷനോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പൈസയും മറ്റു സാധനങ്ങളൊക്കെ അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെലവാക്കും. പൈസ കിട്ടുമ്പോൾ നോർമലി അതങ്ങനെ ചെലവാക്കും. പക്ഷെ ടൂറിസം പോലുള്ള വ്യവസായത്തിലേക്ക് പൈസ അല്ലെങ്കിൽ ഒരു ആൾ സഞ്ചരിക്കുന്നത് എക്സ്ട്രാ പൈസ വരാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. സേവ് ചെയ്യാൻപ്പെടാനുള്ള പൈസ ഉണ്ടെങ്കിലേ നമ്മൾ സഞ്ചരിക്കാനുള്ള താല്പര്യത എടുക്കുള്ളൂ. അത് അങ്ങനെ അല്ലാതെ സഞ്ചരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സാഹിബന്മാരിൽ പലരും അത് വല്ലാണ്ട് സേവ് ചെയ്യപ്പെടുകയും സഞ്ചരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഡിസ്ക്രിഷണറി ഇൻകം കാര്യമായിട്ട് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം കാര്യമായിട്ട് വരാതെ ഈ ഇൻഡസ്ട്രിയിലേക്ക് ആളുകൾ സാധാരണ തിരികാറില്ല. അതായത് ഇതിന്റെ കൺസ്യൂമേഴ്സ് പൊതുവെ
ഈ എക്സ്ട്രാ ഇൻകമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പൊ നാച്ചുറലി ആ ഇൻകം വരാൻ കഴിയണം. അപ്പൊ ആ ഇൻകം അവരിലേക്ക് വന്നു ചേരാൻ കുറച്ച് സമയം എടുക്കും, ഈ പറയുന്ന എക്സ്ട്രാ ഇൻകം എത്തിച്ചേരാൻ. നമുക്ക് പ്രൈമർലി ഫോറിൻ മാർക്കറ്റ്സ് ആണ്. അപ്പൊ അവരുടെ ട്രാവൽ പ്രൊപ്പൻസിറ്റി ഉടനെ റിവൈവ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം നമ്മുടെ മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ മാർക്കറ്റിംഗ് ഒറ്റയടിക്ക് പഴയ മാർക്കറ്റിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കസ്റ്റമേഴ്സിന് കിട്ടും എന്ന് പറയാൻ കഴിയില്ല. The main issue is that the inability of the existing markets to commence travel soon. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുന്നിരിക്കത്തില്ല. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികൾ. ഒന്ന്, ഇക്കണോമിക് എൻവയറമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, മൊത്തത്തിലുള്ള ഇപ്പൊ ഇക്കണോമിക് റെസഷൻ ലോകത്ത് 2008, 9, 10 കാലഘട്ടങ്ങളിൽ സംഭവിച്ചിരുന്ന ഇക്കണോമിക് റെസഷൻ വന്നു കഴിഞ്ഞപ്പോൾ ടൂറിസത്തിന്റെ ഗ്രോത്തിനെ കാര്യമായിട്ട് അത് ബാധിച്ചിരുന്നു. എല്ലാ രാജ്യങ്ങളിലും ടൂറിസം ഗ്രോത്തിനെയും കാര്യമായിട്ട് ബാധിച്ചിരുന്നു. അപ്പൊ ഇക്കണോമിക് സർക്കംസ്റ്റാൻസസ് എങ്ങനെ എവിടെ ഏത് രീതിയിൽ പ്രൊവൈൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്കണോമിക് എൻവയറമെന്റ് നോർമൽസി വരികയും അതിനകത്തൊരു എക്സ്ട്രാ ഇത് എലമെന്റ് കടന്നു വരികയും ചെയ്യുമ്പോഴാണ് കാര്യമായ ഒരു സ്പെർ അല്ലെങ്കിൽ ഒരു സർജ് ടൂറിസത്തിൽ ഉണ്ടാകുക. പിന്നെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് പലതരത്തിലാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ്, മൂലധനം നിക്ഷേപിക്കുന്നവർക്കുണ്ടായിരിക്കുന്ന കോൺഫിഡൻസിൽ വന്നുള്ള പ്രശ്നം, അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അവരെ നോർമലൈസ് ചെയ്യണം. രണ്ട്, ഇതിൽ തൊഴിൽ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ. അവർക്കൊരു സംശയമാണ് ഇനി ഇത് ജോലി സ്ഥിരമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിഷയം. അതൊരു ഫോബിയയും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാം, ഒരു ഭയം ഇതിനകത്തോട് ക്രിയേറ്റ് ചെയ്യപ്പെടാം. മൂന്നാമത്തത്, സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഓൾറെഡി പേടിയുണ്ട്. കാരണം മറ്റു സ്ഥലങ്ങളിൽ പോയി ഇപ്പൊ ചൈനക്കാരനെ ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിയുമ്പോൾ ഓസ്ട്രേലിയക്കാരന് ഈ അടുത്ത കാലത്ത് നമ്മൾ വാട്സപ്പ് ക്ലിപ്പ് കണ്ടിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് സംശയത്തോടുകൂടിയാണ് നോക്കുന്നു. അപ്പൊ മറ്റ് ടൂറിസ്റ്റുകൾ ദൂരെ നിന്നൊക്കെ വരുമ്പോൾ നാട്ടുകാർക്ക് ഒരു പേടി ഉണ്ടാകുന്ന ഒരു ഫോബിയ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് തന്നെ പോകാനും പേടിയായിരിക്കും. നമ്മൾ തന്നെ ഇപ്പൊ ഒരു മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു വല്ലാതെ ഭയം ഉണ്ടാകും. നമ്മൾ എത്രത്തോളം നേരത്തെ ഇടപഴകിയിരുന്നു അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യപ്പെട്ടിരുന്നു, അതിൽ നിന്ന് നമ്മൾ മാറി കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ഒരുപാട് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഇതുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ്. അതിനെ മാറ്റിയെടുക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ റിവൈവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നെഗറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് മാറി വരേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞു, കൊറോണയുടെ അവസാനത്തെ മൈക്രോ ഓർഗാനിസത്തിന് ഏതാണോ അവശേഷിക്കുന്നത് അതിനെ വരെ കണ്ടെയ്ൻ ചെയ്യാതെ നമുക്ക് 100% സേഫ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഈ പാൻഡമിക്സിന്റെ ഒരു ഹിസ്റ്ററി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം നിങ്ങളെ ഹിസ്റ്ററി എടുത്ത് വെറുതെ ഹിസ്റ്ററി നെറ്റിൽ ആവശ്യം പോലെ മെറ്റീരിയൽസ് ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരേ അസുഖം തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ പോക്സിന്റെ കാര്യം തന്നെ 20ാം നൂറ്റാണ്ട് വരെ അത് റെക്കർ ചെയ്തുകൊണ്ടേയിരുന്നു. പല നൂറ്റാണ്ടുകളിലും പല സമയങ്ങളിലും. ചില സമയങ്ങളിൽ യൂറോപ്പിൽ വന്നിട്ട് 4 നൂറ്റാണ്ടുകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടുണ്ട്. എന്നിട്ടാണ് പോയത്. പോയിട്ടൊക്കെയാണ്. അപ്പൊ ചില പാൻഡമിക്സ് വന്നു കഴിഞ്ഞാൽ അത് 100 കണക്കിന് വർഷങ്ങളൊക്കെ നിലനിൽക്കാം. അന്ന് പിന്നെ മെഡിക്കൽ സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. നമ്മളൊരു പക്ഷേ വാക്സിൻസിന്റെ ഒക്കെ ഏതാണ്ട് ഒരു വക്കിലാണ്. ഒരു പക്ഷേ വാക്സിൻസ് അതിന്റെ സക്സസ് റേറ്റ് നമുക്കിപ്പോ പറയാൻ കഴിയില്ലെങ്കിൽ പോലും വാക്സിൻസ് ഏതാണ്ട് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൊമേഴ്സ്യൽ ബേസിൽ യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഉടനെ എത്തുമെന്ന് തന്നെയാണ്. കാരണം അത്ര ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാ ഇന്റർനാഷണൽ ഹെൽത്ത് പ്രോട്ടോകോൾസിനെയും ഓവർകം ചെയ്തുകൊണ്ടാണ് ആ സ്പീഡിലാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 5 മില്യൺ ഡോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അവസാനത്തോടെ ഇന്ത്യയിൽ ആ ഡോസ് റെഡിയാവും. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതിന്റെ ഡോസ് ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഡോസിൽ ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. പക്ഷെ അത് ഏത് തരത്തിൽ എങ്ങനെ, അതിനിപ്പോ ICMR-ന്റെ ഇത് കിട്ടണം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പെർമിഷൻ കിട്ടണം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് നടത്തിയിരുന്ന അവരുടെ പ്രസ് റിലീസിൽ ആ പ്രൊഫസർ, ഒരു മാഡമാണ്, അവർ പറഞ്ഞത് ഇതിന്റെ സക്സസ് റേറ്റ് 80% എന്നാണ്. അപ്പൊ 80% എന്ന് പറയുമ്പോൾ ഒരു വലിയ ശതമാനമാണ്. ഒരു 50-50 ഒക്കെ പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത്രത്തോളം വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ 80% പറഞ്ഞത്. അത് മാത്രമല്ല, സ്പെയിൻ ഉണ്ട്, ഇറ്റലി ഉണ്ട്, അമേരിക്കയിൽ 2-3 കമ്പനികൾ, അങ്ങനെ 10-13ഓളം കമ്പനികൾ ഇതിന്റെ പുറകിലുണ്ട്. ഈവൻ ചൈന പോലും അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇസ്രായേൽ ഏതാണ്ട് ഒരു മെഡിസിൻ ആന്റിബോഡി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഏതാണ്ട് ആയിന്ന് കേൾക്കുന്നു. പക്ഷെ ഇതൊക്കെ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് വിഷയം. അപ്പൊ പാൻഡമിക്സ് ഇനിയും ഒക്കർ ചെയ്യാം. ഇപ്പൊ മാത്രമല്ല, അതിൽ സഞ്ചരിക്കുന്നവർക്ക് സാധാരണഗതിയിൽ ഒരു ഭയം വരാവുന്ന ഒരു സാധ്യതയാണ്. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ ഉണ്ടാകുന്ന രാജ്യം, നമ്മൾ അതിനെ പറയുന്നത് ജനറേറ്റിംഗ് മാർക്കറ്റ് എന്നാണ്.
ഏറ്റവും വലിയ രാജ്യം സത്യത്തിൽ ചൈനയായിരുന്നു. ചൈനയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ശേഷം എത്രയോ വർഷങ്ങൾ അമേരിക്കയായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത്. പക്ഷെ ആ അമേരിക്ക പിന്നല്ലേ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ചൈന മാറി. സഞ്ചാരികൾ വരുന്ന സ്ഥലമല്ല, വരുന്ന സ്ഥലം ഫ്രാൻസ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സൃഷ്ടിക്കപ്പെടുന്ന രാജ്യം ചൈനയായിട്ട് മാറി. അപ്പൊ ചൈന തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ സഞ്ചരിക്കാൻ കഴിയില്ല. പിന്നെ ചൈനീസ് ടൂറിസ്റ്റുകളെ മറ്റുള്ളവർ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും കുറെ നാളത്തേക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ അമേരിക്കയുടെ സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പം അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ രാജ്യങ്ങളെയൊക്കെ സേഫ് ആണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാലേ നാട്ടുകാർക്ക് ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നീട് ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. അത് എന്താ പറയുന്നത്, എല്ലാ ആൾക്കാർക്കും തൊഴിലുറപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ PF അത് കേരളത്തിന്റെ സിറ്റുവേഷൻ PF കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ കുറെ റീസ്ട്രക്ചറിങ്ങിന്റെ കുറെ വെല്ലുവിളികൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺഫിഡൻസ് ബിൽഡിംഗ്, ഇതെങ്ങനെ ആളുകളിൽ വിശ്വാസ്യത ഡെവലപ്പ് ചെയ്യാം, അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നു. പിന്നെ ഡെസ്റ്റിനേഷൻ ഇമേജ്, കേരളത്തിന് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അന്താരാഷ്ട്ര മീഡിയയിൽ ഏതാണ്ട് 50ഓളം മീഡിയകളിൽ കേരളത്തിന്റെ പിന്നീട് കോവിഡിനെ കണ്ടെയ്ൻ ചെയ്തതിന്റെ ന്യൂസുകൾ വന്നിരുന്നു. നമുക്ക് വളരെ പോസിറ്റീവായ ഇമേജ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പൊ മഹാരാഷ്ട്ര, മുംബൈ, കേരളത്തിന് ടൂറിസത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. രാജസ്ഥാൻ കുറച്ച് വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും ഗുജറാത്തും തമിഴ്നാട് ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ അവര് സത്യത്തിൽ എങ്ങോട്ടേക്ക് പോകുമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു ഓസ്ട്രേലിയക്കാരൻ അവിടെ ഇരുന്ന് ടൂർ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ കേരളം മാത്രമാണ് എന്ന് വിചാരിച്ചിട്ടല്ല, അവര് വിസ എടുക്കുന്ന ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഫസ്റ്റിൽ വരിക. അപ്പൊ ഇന്ത്യയുടെ ഇമേജ് എന്ന് മാറുമെന്നുള്ളത് ഒരു പ്രശ്നമാണ്. കേരളത്തിന്റെ ഇമേജ് മാറിയത് കൊണ്ട് മാത്രം നമുക്ക് സഞ്ചാരികളെ ലോകത്തു നിന്ന് കൊണ്ടുവരാൻ അതൊക്കെ കുറച്ചുപേരെയൊക്കെ കഴിയും. പക്ഷെ 100% പേരിൽ നിന്ന് നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് അവര് നമ്മുടെ നല്ലൊരു ഇമേജ് ഡെവലപ്പ് ചെയ്യുന്ന അവർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് മീഡിയയെ മാനേജ് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. മീഡിയ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന് കൺട്രോൾഡ് മീഡിയയും, രണ്ടാമത്തെ അൺകൺട്രോൾഡ് മീഡിയ ഉണ്ട്. അൺകൺട്രോൾഡ് മീഡിയ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എപ്പോഴും എന്ത് വിഡിത്തവും എന്ത് നല്ല കാര്യവും എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആർക്കും ആരെയും ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പം ആ മീഡിയയെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം നല്ല പ്രസ് റിലീസുകളോടെയും അങ്ങനെ പല കാര്യങ്ങളും വഴി അല്ലാതുള്ള മീഡിയ, പ്രസ് മീഡിയയും ടെലിവിഷൻ മീഡിയയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പോസിറ്റീവായ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മീഡിയയ്ക്ക് അതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. വേറൊന്നുമല്ല, മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരും, പുറത്തുള്ളവർ. അപ്പൊ അവര് സാധാരണഗതിയിൽ ഈ റിപ്പോർട്ടുകളും സ്റ്റോറികളും വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണാറുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളെ പറ്റി അറിയുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മറ്റു കാര്യങ്ങൾ കണ്ടിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും മീഡിയയെ പോസിറ്റീവായി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട്. അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടിരിക്കുന്ന ഒരു സെക്ടർ SMTs ആണ്, സ്മോൾ ആൻഡ് മീഡിയം ടൂറിസം എന്റർപ്രൈസസ്. ആ എന്റർപ്രൈസസിനെ ഒന്ന് പിടിച്ചു നിർത്താനെങ്കിലും നമുക്ക് കഴിയണം. അവരൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനെങ്കിലും കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ അവര് സത്യത്തിൽ കംപ്ലീറ്റ് ബാങ്ക്രപ്റ്റും തിരിച്ചു വരാൻ കഴിയാത്ത പരുവത്തിൽ അവർ മറ്റേ കൃഷിയിലേക്കോ മറ്റെന്തെങ്കിലും സാധനത്തിലേക്ക് മാറാനോ ഒക്കെ സാധ്യതയാണ്. ടെക്നോളജിയെ യൂസ് ചെയ്യുക. ടെക്നോളജി യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് പല രാജ്യങ്ങളും, ഇപ്പൊ കേരളം തന്നെ സ്റ്റാർട്ട് ചെയ്തു, വിർച്വൽ ടൂറിസം പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിംഗ് ചലഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് നമ്മൾ ഇനി അമേരിക്കയിലും സ്പെയിനിലും ഇറ്റലിയിലും പോയി ഉടനെ മാർക്കറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന മാർക്കറ്റിംഗ് ചാനൽസിനെയൊക്കെ മാറ്റി പുതിയ സ്ഥലത്തേക്ക് അത് മാറ്റി കഴിഞ്ഞാലേ നമുക്ക് അത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്. എംപ്ലോയീസിന് നമ്മൾ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ നമുക്ക് എന്തെടുക്കാം, അതൊരു വലിയ വിഷയമാണ്. പിന്നെ വല്ല കൺഫ്യൂഷനുണ്ട്, സൈക്കോളജിക്കൽ ഫിയർ ട്രാവലേഴ്സിനുണ്ട്, മാർക്കറ്റുകൾ നഷ്ടപ്പെടും. അതെല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ്. നമുക്കുള്ള ചില സാധ്യതകളിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിനകത്തുള്ള ഡൊമസ്റ്റിക് ടൂറിസം. ഡൊമസ്റ്റിക് ടൂറിസം പറയുമ്പോൾ ആഭ്യന്തര ടൂറിസം അത് ഈ രാജ്യത്തിന് മുഴുവൻ ആണ്. പക്ഷെ രാജ്യത്തു നിന്നും നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസം ഉടനെ പൂർണ്ണ വിശ്വാസത്തിൽ നടത്താൻ കഴിയില്ല. പക്ഷെ ഈ സെക്ടറിനെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അപ്പോ കേരളത്തിനകത്തുള്ള ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പരമാവധി നോക്കേണ്ടതുണ്ട്. വിർച്വൽ ടൂറിസം ചെയ്യുന്ന വേറൊന്നിനുമല്ല, ഒരു അട്രാക്റ്റീവ്നെസ് മറ്റുള്ളവരിലേക്ക്, ഈ ലോക്ക്ഡൌൺ ആയിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് അവർ ഇരിക്കുന്ന സന്ദർഭത്തിലും അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിനാണ് ഈ വിർച്വൽ ടൂറിസം എന്ന് പറഞ്ഞാൽ. അതിപ്പോ സാധാരണഗതി ഇപ്പം സ്പെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്യുന്നു, കേരളം ചെയ്യുന്നുണ്ട്. അവര് ആ സമയത്ത് ലൈവായിട്ട് തന്നെ ഒരു ഡെസ്റ്റിനേഷന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് അപ്പൊ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് അവര് സത്യത്തിൽ അവിടെ പോകുന്നത് ഒരു എപ്പോഴും സിമുലേറ്റഡ് എൻവയോൺമെന്റ് ആയിരിക്കണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഡെസ്റ്റിനേഷന്റെ കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നീട് ലോൺസിന്റെ മൊറട്ടോറിയം നമ്മൾ ഈ 3 മാസം അല്ലെങ്കിൽ 4 മാസം എന്ന് പറയുന്നതിന് വരെ ഒരു വർഷം 1.5 വർഷം കൊടുക്കേണ്ടി വരും.
ലോണുകൾ കൊടുക്കുക ബിസിനസ്സുകൾക്ക് കൂടുതൽ. അത് ഗവൺമെന്റിന്റെയും ബാങ്കുകളുടെയും ഒരു ഉദാരപരമായിട്ടുള്ള സമീപനം അതിനകത്ത് വേണ്ടതാണ്. സാധാരണ ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകൾ നോക്കുന്ന അതിന്റെ പിന്നെ തിരിച്ചടവിനുള്ള ഉറപ്പാണ്. 100% SMEകൾക്ക് തിരിച്ചടവ് എപ്പോഴും ഉറപ്പിക്കാനൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കൂടെ പരിഗണിച്ചുകൊണ്ട് ലോണുകൾ കൊടുക്കാനുള്ള സംവിധാനം, ഡിഫറിംഗ് ദി പേയ്മെന്റ്സ് ടു ദ ഗവൺമെന്റ് ടിൽ ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഗെറ്റ്സ് ടു നോർമൽസി. ഡിഫർ ചെയ്യുക, മാറ്റിവെക്കുക ഗവൺമെന്റിലേക്ക് അടക്കേണ്ട പൈസകൾ. പലതരത്തിലുള്ള പൈസകൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ട് ഈ ബിസിനസ് സ്ഥാപനത്തിൽ. അതെല്ലാം കുറച്ചു കാലത്തേക്കൊന്ന് നീട്ടിവെക്കുക. എംപ്ലോയീസിന് വെൽഫെയർ പാക്കേജസ്, കേരളം അത് ചെയ്യാൻ ഉണ്ട് എന്ന് മന്ത്രി അനൗൺസ് ചെയ്തിരുന്നു. അതായത് ഒരു ക്ഷേമനിധി. ഈ ക്ഷേമനിധി ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിലുള്ള ഗുണം ഇപ്പോഴും മാത്രമല്ല, ഇനിയും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ടൂറിസം സെക്ടറിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത്. ആ സമയത്തൊക്കെ അവരെ പിടിച്ചു നിർത്താനോ അവരെ സഹായിക്കാനുള്ള ക്ഷേമനിധി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടുതൽ പ്രൊഫഷണലിസം കൊണ്ടുവരണം. പിന്നീട് SIT എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. അതായത് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളിൽ ഒരു പ്രത്യേക തൽപരത ഉണ്ടാവാം. ആ തൽപരരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക. അങ്ങനെയുള്ള ആൾക്കാർ സത്യത്തിൽ ഡിഫിക്കൽട്ട് ടൈംസിലും സഞ്ചരിക്കാൻ വില്ലിങ് ആയിരിക്കും. അപ്പൊ അത്തരം ടൂറിസ്റ്റുകൾക്ക് ഉതകുന്ന തരത്തിലുള്ള ടൂറിസം പ്രോഡക്റ്റുകൾക്ക് ഉണ്ടാക്കുക. അതിനാണ് അടുത്ത പോയിന്റ് വന്നതിനാണ് ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സ് ഉണ്ട്. ഡൈവേഴ്സിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ വെറൈറ്റിയിൽ മെയിൻ ആയിട്ട് SIT സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാര്യമായിട്ടും പ്രത്യേക തൽപരരായിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് ആന്ത്രോപോളജിക്കൽ സ്റ്റഡി ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നടത്തുക, ട്രാവൽ റെസ്ട്രിക്ഷൻസ് പാലിക്കുക. ഈ മാസ് ടൂറിസംകാർ മാത്രമേ ഇതിനൊക്കെ വില്ലിങ് അല്ലാതെ വരാറുള്ളൂ. അപ്പൊ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസംകാരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇൻഷുറൻസ് മാക്സിമം, കാരണം ഒരു ടൂറിസ്റ്റ് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ടൂറിസ്റ്റിന് ഇവിടെ വെച്ച് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് മാനേജ് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പൽസറി ആക്കുക. പിന്നീട് മീഡിയ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകുക. ഷോർട്ട് ടേമായിട്ട് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും മാനേജ് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ തരത്തിൽ ചെയ്യാമോ അതെല്ലാം നമ്മളൊന്ന് റിവൈവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഈ ടെക്നോളജി മാക്സിമം യൂസ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ എയർപോർട്ടിലെ ടെക്നോളജി യൂസ് ചെയ്യുന്നു. പണ്ട് നമ്മൾ സാധാരണഗതിയിൽ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കൗണ്ടറിൽ ചെന്നാലേ ബോർഡിംഗ് പാസ് എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ എയർപോർട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് നമുക്ക് നേരത്തെ എടുത്തിട്ട് 1, 2 അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിയോസ്കുകളുണ്ട്. കിയോസ്കുകളിൽ നമുക്ക് പോയി നമ്മുടെ PNR അടിച്ചാൽ, നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ബോർഡിംഗ് പാസ് ലഭിക്കും. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയ വഴി പല ജോലികളും ഇപ്പൊ ടെക്നോളജി ഇലക്ട്രോണിക് മീഡിയ വഴി ചെയ്തു വരുന്നുണ്ട്. ഇപ്പം മറ്റു ചില സ്ഥലങ്ങളിൽ ഈവൻ റോബോട്ട്സ് ചെയ്തു തുടങ്ങി. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ തൽക്കാലത്തേക്ക് ടെക്നോളജി യൂസ് ചെയ്യാതെ മനുഷ്യരെ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചു പേർ കൂടെ തൊഴിൽ പിടിച്ചു നിർത്താൻ എല്ലാ പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം അതുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ പല പല മെഷേഴ്സിന്റെ ഒരു എക്സാമ്പിൾസ് പറയുന്നുള്ളത്. റിവൈവൽ പാക്കേജ് കൊടുക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്നിപ്പം 20 ലക്ഷം കോടിയുടെ റിവൈവൽ പാക്കേജ്, ഇതുപോലുള്ള പാക്കേജുകൾ ടൂറിസം സെക്ടറിന് സ്പെസിഫിക് ആയിട്ടും കൊടുക്കേണ്ടതുണ്ട്. ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാനും അവിടുത്തെ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ ടൂറുകളെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നീട് ഇലക്ട്രിസിറ്റി പോലുള്ള ചാർജുകൾക്ക് ഡിഫർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കോ, മാർക്കറ്റിംഗുള്ള സപ്പോർട്ട് കൊടുക്കോ. രാജ്യം മാർക്കറ്റ് ചെയ്യുമ്പോഴും ഡെസ്റ്റിനേഷൻ മാർക്കറ്റ് ചെയ്യുന്നതും കൂടുതൽ ഗവൺമെന്റ് സപ്പോർട്ടും. ഇത് ഗവൺമെന്റിന്റെ സപ്പോർട്ട് മാത്രം ആകണമെന്നില്ല, കാരണം ഇൻഡസ്ട്രിയോട് അസോസിയേഷൻ ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയും. തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറച്ച് കഴിഞ്ഞാൽ ബിസിനസിന്റെ സസ്റ്റനൻസിന്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മുടെ പ്രധാന വിഷയം. അത് ഇല്ലാതായി ബ്രേക്കായി പോകാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കുക, കൺഫ്യൂഷൻ, ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക. അപ്പം കേരളത്തിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് ഇത്രയും പറഞ്ഞ കേരളത്തിന്റെ ഇമ്പാക്ട്സും ചാൻസും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് വേറൊന്നുമില്ല, നമുക്ക് നേരത്തെ തന്നെ ഓൾറെഡി നമുക്ക് നല്ല ഇമേജ് ഇന്റർനാഷണലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു സേഫ് ഡെസ്റ്റിനേഷൻ ആണ് എന്നുള്ള ധാരണ. കാരണം പെർസെപ്ഷൻ ഒരു വലിയ ഘടകമാണ്, ആളുകളുടെ പെർസെപ്ഷൻ. ആ പെർസെപ്ഷനിൽ കാര്യമായ ഒരു മാറ്റം കേരളത്തിന് പറ്റി സൃഷ്ടിക്കപ്പെട്ടു. എനിക്കറിയാം, നമ്മളിപ്പോ സാധാരണഗതിയിൽ ദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ അറിയാം, ആദ്യമൊക്കെ നമ്മൾ കേരളത്തിനെ പറ്റി വളരെയധികം നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. വേറൊന്നുമില്ല, കാരണം ആദ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലായിരുന്നു കൊറോണ. അപ്പൊ അവര് കേരളത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി. ഇപ്പൊ മറ്റുള്ളവരാണ് പ്രശ്നം നിൽക്കുന്നത്, നമ്മൾ ഇവിടെ സേഫ് ആണ്, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എഫിഷ്യന്റ് ആണ് എന്ന ധാരണ ഇന്റർനാഷണലി വന്നു.
രണ്ടാമത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം, ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് എന്താ പറയുക, ഏതെങ്കിലും തരത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത, മോർട്ടാലിറ്റി റേറ്റ് വളരെ ലോവായിരിക്കും. അപ്പം രക്ഷപ്പെടാനുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ അമേരിക്കക്കാരനും അല്ലെങ്കിൽ ഒരു യൂറോപ്പുകാരനും ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തെ, കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റത്തിൽ വളരെ നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരനായ ടൂറിസ്റ്റിനെ അന്ന് നമ്മൾ കേരളത്തിൽ അന്ന് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയാളുടെ അവരുടെ മക്കൾ പറഞ്ഞത് ഇവിടെ വളരെ ക്ലീൻ അല്ലാത്ത പിന്നെ ഒരു വൃത്തികെട്ട സ്ഥലത്താണ് അച്ഛനെ ടൂറിസ്റ്റിനെ കിടത്തിയിരിക്കുന്നതൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടായി. പക്ഷെ പിന്നീട് അവർ തിരിച്ചതും അതൊന്നും ഈ പറയുന്ന സാധനങ്ങൾക്ക് വലിയ കളറില്ല അല്ലെങ്കിൽ നിറമുള്ള സ്ഥലങ്ങളില്ല നടക്കുന്നതിന്റെ ഉള്ളൂ. പക്ഷെ വളരെ എഫിഷ്യന്റ് ആണ് എന്ന് അവർക്ക് ബോധ്യം വരികയുണ്ടായി. ആ ബോധ്യം നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, പ്രത്യേകിച്ച് ഹെൽത്ത് ടൂറിസത്തിൽ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഓർമ്മയില്ല, ഹെൽത്ത് ടൂറിസമാണ് ഈ റീസെന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനം. നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ശരിക്കും പറഞ്ഞാൽ ചുരുക്കമാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഇങ്ങനെയുള്ള 2-3 നഗരങ്ങളിൽ കുറച്ച് ഹോസ്പിറ്റലുകളുടെ എണ്ണമുള്ളൂ. പക്ഷെ ഇപ്പോ നമുക്ക് ഹെൽത്തിനെ പറ്റി അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് എത്രത്തോളം ഇമേജ് ഉണ്ടായിട്ടുണ്ടോ ആ ഇമേജിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഒപ്പം മെഡിക്കൽ കോളേജ് പോലുള്ള ഗവൺമെന്റ് സെക്ടറിലെ സാധനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ നന്നായി ആഡ് ചെയ്യപ്പെടുകയും സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് ടൂർ ഓപ്പറേറ്റർ വഴി അന്താരാഷ്ട്ര തലത്തിൽ പിന്നെ യുഎഇയും അതുപോലെ ഞാൻ പറഞ്ഞത് മിഡിൽ ഈസ്റ്റും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ടൂറിസത്തിന് ആളുകളെ കൊണ്ടുവരുന്നതിൽ കാര്യമായ പ്രൊമോഷൻ നമുക്ക് ഒരു അടുത്ത 10-20 വർഷത്തേക്ക് നന്നായി ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് വ്യവസായികളും ഗവൺമെന്റുകളും ഒന്നിച്ചിരുന്നിട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ ഹെൽത്ത് ടൂറിസം നമ്മുടെ വരാൻ പോകുന്ന ഇറങ്ങി. രണ്ടാമത്തത് ആയുർവേദ ടൂറിസമാണ്. ആയുർവേദ ടൂറിസത്തിന്റെ ഒരു ഗുണം, ഇപ്പൊ കൊറോണ ബാധിച്ച ഒരാളിന് തന്നെ അയാളുടെ ഹെൽത്തും കോൺഫിഡൻസും ഒക്കെ വെൽനസ് ടൂറിസത്തിന്റെ ഭാഗമാണ് ഈ ആയുർവേദ ടൂറിസം. അപ്പം ഇവിടെ വന്ന് ഒരു റിജുവിനേഷൻ പാക്കേജ് ചെയ്ത് പോകാനും അല്ലെങ്കിൽ ഒരു കാര്യമായ ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിൽ ഏർപ്പെടാനും ഒക്കെ നല്ലൊരു അവസരമാണ് ഇനി വരുന്ന 1-2 വർഷം. ആ വർഷത്തിൽ ഇതിനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയുർവേദ ടൂറിസവും ഒപ്പം മെഡിക്കൽ ടൂറിസവും കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും അതിനനുസരിച്ചിട്ട് കേരളത്തിന്റെ ടൂറിസം സെക്ടറിനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത്, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് സെക്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടാൻ കഴിയില്ല. കാരണം അവർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം ഇല്ല, ഹോസ്പിറ്റലുകളേ ഉള്ളൂ. അത് ടൂറിസം മേഖലയിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റിംഗിന്റെ സിസ്റ്റം കംപ്ലീറ്റ് ഉള്ളത്. ആ ടൂറിസത്തിന്റെ മേഖലയിലുള്ള സിസ്റ്റത്തിനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് 2 സെക്ടേഴ്സും ജോയിന്റ് ആയി അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഒപ്പം കാരണം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വേറൊന്നുമല്ല ഡോക്ടേഴ്സ് ആണ്, പിന്നെ അതുപോലെ ഹെൽത്ത് വർക്കേഴ്സ് ആണ്, നഴ്സസ് ഉൾപ്പെടുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് വർക്കിംഗ് സിസ്റ്റം പ്ലസ് ഡോക്ടേഴ്സ്. നമ്മുടെ ഡോക്ടേഴ്സ് നല്ല കോളേജിൽ പഠിച്ചിട്ട് വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന ഡോക്ടേഴ്സ് ഒക്കെ നല്ല എഫിഷ്യന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഇതിനെ പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഡോക്ടറും ഒരു നഴ്സും മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ലാത്ത തരത്തിൽ തന്നെ നമുക്കിവിടെ തൊഴിൽ സാധ്യതയും ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഒപ്പം ടൂറിസത്തിന്, കാരണം സാധാരണ ട്രീറ്റ്മെന്റ്സിൽ വരുന്ന ഒരു സഞ്ചാരിക്ക് അവരെ കൂടെ വരുന്നവർക്ക് ടൂറും പോവുകയും ചെയ്യാം, ആ സഞ്ചാരിക്കും പോവാം. ചില സീരിയസ് ഇഷ്യൂസിന് മാത്രമേ പോകാൻ കഴിയാതെ. അപ്പൊ ടൂറിസം സെക്ടറിനെ പിടിച്ചു നിർത്താൻ ഹെൽത്ത് മേഖലയ്ക്ക് കാര്യമായ പങ്ക് വഹിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോസ്പെക്ട് ആയിട്ട് റീസെന്റ് ആയിട്ട് കാണുന്നത്. പിന്നീട് ഡൊമസ്റ്റിക് ടൂറിസമാണ്. ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇത് വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമേജ് ഉണ്ട്, ഡൊമസ്റ്റിക് ടൂറിസം സ്ട്രോങ് ആണ്, വിതിൻ കേരള നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഡസ്ട്രി റിക്കവർ ചെയ്തവരെ കുറച്ച് സമയമെടുക്കും. പക്ഷെ ആ സമയത്ത് വരുന്ന ടൂറിസ്റ്റുകളും അല്ലാത്തവരും ടൂറിസം ഇൻഡസ്ട്രിയെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതൽ പൈസയാണെങ്കിൽ പോലും അത് ചെലവാക്കേണ്ടതുണ്ട്. എങ്കിലേ അവരെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. വാക്സിൻ ഇഫക്റ്റീവ് ആകുന്നത് വരെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അറിയാവുന്നവരിൽ നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. സസ്റ്റൈനബിലിറ്റിക്കുള്ള സസ്റ്റൈനബിലിറ്റി സുസ്ഥിര വികസനങ്ങൾ അനുസരിച്ച് ടൂറിസത്തിനെ വികസിപ്പിക്കുന്ന നല്ലൊരു സമയമാണ്. എല്ലാ ഡെസ്റ്റിനേഷനുകളുടെ ക്യാരിങ് കപ്പാസിറ്റി ഐഡന്റിഫൈ ചെയ്യുക, അതുവഴി എങ്ങനെ പിന്നീട് നേച്ചറിനും എൻവയോൺമെന്റൽ ഇക്കോസിസ്റ്റങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാതെ, കൾച്ചറിന് പ്രശ്നം ഉണ്ടാക്കാതെ ടൂറിസം എങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കാൻ പറ്റിയ, പ്ലാൻ ചെയ്യാൻ പറ്റിയ, ആസൂത്രണം നടത്താൻ പറ്റിയ ഒരു നല്ല സന്ദർഭമാണിത്. പിന്നീട് റൂറൽ ഏരിയകൾ, വില്ലേജസിലേക്ക് ടൂറിസത്തിൽ, അത് ഓൾറെഡി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷെ എങ്കിൽ പോലും കാര്യമായിട്ട് ഇനിയും ഒരുപാട് മേഖലകളുണ്ട്. അങ്ങനെയുള്ള ഏരിയകളിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ആണ് നമ്മുടെ മുന്നിൽ ഈ കൊറോണ ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്.
ഭീഷണികളാണ് കൂടുതൽ, വെല്ലുവിളികളാണ് കൂടുതൽ. പക്ഷെ മറ്റു പല പ്രദേശങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സാധ്യത കുറച്ച് കൂടുതലാണ്. ആ കൂടുതലിനെ പോസിറ്റീവായി യൂട്ടിലൈസ് ചെയ്യപ്പെടാമെങ്കിൽ നമുക്ക് ഈ വ്യവസായത്തിനെയും ഒപ്പം തൊഴിൽ മേഖലയിൽ ഉൾപ്പെട്ടവരെയും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതാണ് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. ഇനി എന്റെ ഉള്ളത് ടൂറിസം മേഖലയിലുള്ള ചില തൊഴിലവസരങ്ങൾ, അത് ആവശ്യമുണ്ട് എന്ന് ആരെങ്കിലും അഭിപ്രായപ്പെടുകയാണെങ്കിൽ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോണോ വേണ്ടെന്നുള്ളത് ചർച്ച ചെയ്യാവുന്നതാണ്. മോഡറേറ്റർ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൊഴിലവസരങ്ങളിലേക്ക് കടക്കണമോ എന്ന് പറഞ്ഞാൽ. ഹലോ സർ. ഓക്കെ സർ, ടൂറിസം ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുകൂടി നമുക്ക് മെൻഷൻ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇതുവരെ അതിനെക്കുറിച്ച് വന്നിട്ടില്ല, നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതും ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ളൊരു കാലത്തിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സമയമുണ്ടല്ലോ അല്ലേ? ഞാൻ എനിക്ക് സത്യം സമയം എത്രയായി എന്നുള്ളത് ഏതാണ്ട് സമയം കഴിയാറായി അല്ലേ? സമയം കുഴപ്പമില്ല സാർ, ക്യാരി ഓൺ ചെയ്തോളൂ. ശരി ശരി. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മിക്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്, ഒരു സെക്ടർ അല്ല. പ്രധാനമായിട്ടും ഞാൻ തൊഴിലവസരങ്ങളിലേക്ക് പോവാണ്. അക്കോമഡേഷൻ, F&B, ഫുഡ് ആൻഡ് ബിവറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഡെസ്റ്റിനേഷൻ, ഇന്റർമീഡിയറീസ്, ആൻസിലറി സർവീസ്, ഇതൊക്കെയാണ് അതിനകത്ത് മേജർ ഘടകങ്ങൾ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഘടകമാണ്. അതായത് ഹോട്ടൽസ്, മോട്ടേൽസ്, റിസോർട്ട്സ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നാണ് ഈ അക്കോമഡേഷൻ സെക്ടർ. അതിന് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയപ്പെടാറുണ്ട്. പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സെക്ടർ ആണ്. അതിന് സാധാരണഗതിയിൽ 3 സെക്ഷൻസ് ആണുള്ളത്. ഫുഡ് ആൻഡ് ബിവറേജ് സെക്ടറിൽ ഒന്ന് ഒരു റെസ്റ്റോറന്റ് മാർക്കറ്റ് ആണ്, സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന റെസ്റ്റോറന്റുകൾ. പിന്നെ രണ്ടാമത്തെ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് ഹോട്ടലുകൾ പോലുള്ള വലിയ റിസോർട്ടിലെ ഹോട്ടൽ, അതിനകത്തുള്ള ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. മൂന്നാമത്തെ സെക്ടർ കോൺട്രാക്ട് ഫീഡിംഗ് ആണ്. അതായത് നമ്മള് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അങ്ങനെ അതുപോലെ ഈവന്റ് നടത്തുമ്പോൾ കൊണ്ടുവരുന്ന, നമ്മൾ പുറത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മാസമായിട്ട് എടുത്തിട്ട് വരുന്ന അങ്ങനെയുള്ള ഒരു സെക്ടർ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്ടർ. പിന്നെ ഒന്നുള്ളത് മേജർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. പിന്നെ ഡെസ്റ്റിനേഷൻ ആണ് മറ്റൊരു സെക്ടർ. പിന്നെ ഇന്റർമീഡിയറീസ് ആണ്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്റേഴ്സ്, ട്രാവൽ ഏജൻസീസ് തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ ആൻസിലറി സർവീസസ്, അത് കുറേ ഉണ്ട്. ടൂർ ഗൈഡിങ്, ഷോപ്പിംഗ്, പിന്നെ സുവനീർ സെല്ലേഴ്സ്, സുവനീർ ഇൻഡസ്ട്രി, സുവനീർ മേക്കിംഗ് ഇൻഡസ്ട്രി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അക്കോമഡേഷൻ മേഖലകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്, മോട്ടേൽസ് ഉണ്ട്, സർവീസ് അപ്പാർട്ട്മെന്റ്. കാരണം അപ്പാർട്ട്മെന്റുകൾ പല യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ അവര് ഹോട്ടലുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സപ്ലിമെന്ററി അക്കോമഡേഷൻ, ചിലത് ഫുഡ് ഇല്ലാത്തത്, ചിലത് ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുക്കുന്നത്, ഹോം സ്റ്റേകൾ, ഇതെല്ലാം സപ്ലിമെന്ററി അക്കോമഡേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. നോൺ സർവീസ് ആയിരിക്കും. സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും മറ്റു സർവീസുകളും ഇല്ലാത്തതാവാം, ചിലത് അതുള്ളതും ഉണ്ടാവാം. അപ്പൊ സാധാരണഗതിയിൽ അക്കോമഡേഷൻ സെക്ടറിൽ ഉണ്ടാകുന്ന ജോലികൾ മേഖലകൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് ഫ്രണ്ട് ഓഫീസ് സെക്ടറിലാണ്, രണ്ടാമത് ഹൗസ് കീപ്പിംഗിലാണ്, പിന്നെ മാർക്കറ്റിംഗ്, സെയിൽസ്, അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പിന്നെ റെസ്റ്റോറന്റ് ബിസിനസ്. ഇതിൽ ഫ്രണ്ട് ഓഫീസിൽ സാധാരണഗതിയിൽ ടൂറിസം, അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ്, അതൊന്നും ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് കിട്ടുന്ന തൊഴിൽ അവസരം കിട്ടാൻ സാധ്യത മേഖലയാണ് ഫ്രണ്ട് ഓഫീസ് മേഖല. അതിനകത്ത് സാധാരണഗതിയിൽ പലതരത്തിലുള്ള ജോലി ഉണ്ടാകും. അത് ഫ്രണ്ട് ഓഫീസിൽ ഗസ്റ്റുകളെ റിസീവ് ചെയ്യുന്ന ഒരു കാറ്റഗറി, സൂപ്പർവൈസേഴ്സിന്റെ വേറെ കാറ്റഗറി, പിന്നീട് അതിന് മുകളിലേക്ക് അതിന്റെ മാനേജേഴ്സ് ഉണ്ടാകും. പിന്നീട് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ റൂമുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് അങ്ങനെ സെക്ഷനാണ്. ഓപ്പറേഷണൽ സ്റ്റാഫും സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ് നമ്മൾ ചെറിയ ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്തത്, കാരണം ഇന്റർനാഷണലി ഒരു പറഞ്ഞ 1000 റൂമുകളും 500 റൂമുകളും വലിയ സ്ഥലങ്ങളാണ്. നമ്മൾ സാധാരണ ഇവിടെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 100 റൂം, അല്ലെങ്കിൽ അതിനേക്കാൾ റൂമുകളുള്ള ഹോട്ടലുകളാണ് കാണാറ്. പക്ഷെ വലിയ ഡെസ്റ്റിനേഷനുകളിലും സിറ്റികളിലുള്ള റൂമുകളുടെ എണ്ണം വളരെ വലുതാണ്. അപ്പൊ അത് വലിയ സ്ഥാപനമായിരിക്കും, ഒരുപാട് തൊഴിലവസരങ്ങളുള്ള സ്ഥാപനം. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അത് സാധാരണകളിൽ ഹോട്ടൽ മാനേജ്മെന്റ് അതുപോലെ MBA പോലുള്ള കോഴ്സുകൾ പഠിച്ചവർക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിലാണ്. അതൊരു ഫ്ലെയർ ഫോർ മാർക്കറ്റിംഗ്, സെയിൽസ് ഉള്ള ഫ്ലെയറും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഫ്ലെയറും മറ്റ് മേഖലകൾ, അഡ്വർടൈസ്മെന്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് ചെയ്യാവുന്ന കാര്യം, അങ്ങനെ പലതരത്തിലുള്ള തൊഴിലവസരങ്ങൾ അതിനകത്തുണ്ട്. അഡ്മിനിസ്ട്രേഷൻ സാധാരണഗതിയിൽ എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പലതരത്തിലുള്ള മാനേജേഴ്സ് പോസ്റ്റ് ഉണ്ടാകാം. ഏറ്റവും നോർമൽ ഹോട്ടലിൽ ജനറൽ മാനേജർ വരെയാണ് പോകാറ്. ഒരു GM ആണ് സാധാരണഗതിയിൽ ഒരു ഹോട്ടലിലെ കമ്പനി വരിക. നോർമലി ഒരു ചെയിൻ ഹോട്ടലാണ്.
പിന്നെ MD ഒക്കെ വരാം ആ ഹോട്ടലിൽ തന്നെ. ചെയിൻ ഹോട്ടൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ സാധാരണ ഒരു GM ആയിരിക്കും അതിന്റെ ടോപ്പ് അതോറിറ്റി. അതിന് മുകളിലേക്കുള്ള പിന്നീട് എംപ്ലോയീസ് ഹയർ ലെവൽസിലുള്ളവർ അവർ സാധാരണ ഹോട്ടലിലേക്ക് വരണം. ചെയിനിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിലേക്ക് ഇരിക്കുക. പിന്നെ ഫിനാൻസിൽ സാധാരണഗതിയിൽ കുറച്ച് അതറിയാവുന്ന ഒരു കിട്ടുന്നത്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് സാധാരണഗതിയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജീരിയൽ കോഴ്സുകൾ പഠിച്ചവർക്കാണ് അതിന് സാധ്യത കൂടുതൽ. അത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ റെസ്റ്റോറന്റ് കിച്ചൺ സാധാരണ ഒരു വലിയ മേഖലയാണ്. അതിനകത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ കിച്ചൺ എന്ന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നതിനപ്പുറം വലിയ മേഖലയാണത്. കാരണം വളരെ സെലിബ്രിറ്റി ഷെഫുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ കിച്ചൺ മേഖല എന്ന് പറയുന്നത്. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് ഇന്റർനാഷണലി ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. അപ്പൊ ഒരു ഷെഫിന്റെ സാലറി സാധാരണഗതിയിൽ ഒരു സാലറിയൊക്കെ കൂടുതൽ വരാം ചില സ്ഥലങ്ങളിലൊക്കെ, സെലിബ്രിറ്റി ഷെഫ്സിനൊക്കെ. അപ്പൊ അത്രത്തോളം സാലറി കിട്ടുന്ന ജോലികളാണ് ഷെഫുകളെ. എല്ലാ ഷെഫും അല്ല അർത്ഥം, അവരുടെ കപ്പാസിറ്റിയും പോപ്പുലാരിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടത്. പിന്നെ റെസ്റ്റോറന്റിൽ സാധാരണഗതിയിൽ റെസ്റ്റോറന്റ് മാനേജേഴ്സ്, സപ്ലൈയിലുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പലതരത്തിൽ. മറ്റ് ഷെഫുമാർ മറ്റ് പല ഈവൻ മൈക്രോബയോളജിസ്റ്റുകൾ അവർക്ക് തന്നെ കിട്ടാറുണ്ട്. വേറൊന്നുമല്ല, ഹോട്ടലിൽ ഒരു മൈക്രോബയോളജിസ്റ്റ് മിനിമം ഉണ്ടായിരിക്കണം ഫുഡിന്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അങ്ങനെ തരത്തിലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖല അതിനകത്ത് തന്നെ സാധാരണഗതിയിലുണ്ട്. ട്രാൻസ്പോർട്ട് സെക്ടർ വന്നൊരു മിക്സാണ്. എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, ലാൻഡ് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. എയർ ട്രാൻസ്പോർട്ടിൽ എയർലൈൻസും എയർപോർട്ട്സും ചാർട്ടർ സർവീസുമാണ് നേരിടുന്നത്. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ തന്നെയാണ്. അതിന്റെ പ്രത്യേകത ഇന്റർനാഷണലി കാർഗോ സർവീസും സ്പെഷ്യൽ ടൂറിസമാണ് കുറച്ച് ഡിഫറെന്റ്. സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻസ് ഉള്ളൂ. ഒന്ന് പാലഗോൺ ഡീൽസ് എന്ന് പറയാം, ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിനാണ്. സീസണിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അല്ലാതെ ഒരു ടൂറിസ്റ്റ് ട്രെയിൻസ് ഇല്ലാതെ ഞങ്ങൾ ട്രെയിനാണ്. മാത്രമല്ല 4 ട്രെയിൻസ് ഉണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഈ ക്രൂസസ്, ഇന്ത്യ കോമൺ വാട്ടർ ട്രാൻസ്പോർട്ട്, ബോട്ട്സ്,